ജിഷ്ണുവിന്റെ അമ്മ മഹിജയ്ക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പോലീസാണ് ശരി. അവർക്ക് തെറ്റു പറ്റിയിട്ടില്ല. തെറ്റിയത് എം.എ. ബേബിക്കാണ്. മുഖ്യമന്ത്രിയും മന്ത്രി എം.എം. മണിയുമാണ് ശരി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത നിലപാടിന്റെ ഉള്ളടക്കം നൽകുന്ന സൂചന അതാണ്. പക്ഷേ പാർട്ടി എന്തു പറഞ്ഞാലും നടന്നതിനെപ്പറ്റി നാട്ടുകാർക്കുള്ള ബോധ്യം ഉൾക്കൊള്ളുന്ന ഒരു മന്ത്രിയെങ്കിലും ഉണ്ടല്ലോ ഈ സർക്കാരിൽ. ആ അമ്മയുടെ വേദനയോട് കേരളത്തിൽ ആരെങ്കിലും വിയോജിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും അമ്മയുടെ പക്ഷം തന്നെയാണ്. അവിടെ സംഭവിച്ചത് അമ്മയോടൊപ്പം പോയ സഹോദരനെ പെട്ടെന്ന് പോലീസ് പിടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് ഈ പ്രതികരണം വന്നതെന്ന് ഞാൻ കരുതുന്നു. അതിനകത്ത് പ്രായോഗിക ബുദ്ധി പോലീസിനാകാമായിരുന്നു. പോലീസ് അതിക്രമിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ഒരു അതിക്രമമല്ല അവിടെ ഉണ്ടായത്. പ്രായോഗികമായി ആ കാര്യത്തെ സെറ്റിൽ ചെയ്യാമായിരുന്നു. ഇവരെ വിളിച്ചുകൊണ്ട് പോയി DGPയെ കാണിക്കാമായിരുന്നു. അല്ല അവരകത്തോട്ട് വരുന്നില്ലെങ്കിൽ ഈ പുറത്തേക്ക് വന്ന് കാണാമായിരുന്നു. ഈ ഒരു പ്രായോഗിക പ്രശ്നത്തിലാണ്. അല്ല പോലീസ് അതിക്രമിച്ചു എന്ന് ഞാൻ കാണുന്നില്ല. പ്രായോഗികമായി ഒരു പ്രശ്നത്തെ ഡീൽ ചെയ്യുന്നതിന് കുറച്ചുകൂടി ടാക്ടിക്കലായ നിലപാട് സ്വീകരിക്കാമായിരുന്നു. അത്രയും അതാണ്. സാമാന്യ ബുദ്ധിയില്ല, പ്രായോഗിക ബുദ്ധിയില്ല. പറയുന്നത് മന്ത്രി, പറയുന്നത് കേരള പോലീസിനെ കുറിച്ച്. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ വളച്ചുകെട്ടില്ലാതെ പറഞ്ഞത് സ്വാഗതാർഹമാണ്. ഒപ്പം കലിപ്പ് തീരാതെ പിന്നാലെ നടന്ന് മഹിജയെ കുറ്റപ്പെടുത്തുന്ന മന്ത്രി മണിയാശാന്റെ തീപ്പൊരി ഡയലോഗ് ഏറ്റെടുക്കാനും അവർ ഉദ്ദേശിക്കുന്നില്ല. ഒരു ചോദ്യം, അതിന് സർക്കാർ മറുപടി നൽകണം. പോലീസാണ് ശരിയെങ്കിൽ സമവായത്തിന്റെ പേരിൽ ജിഷ്ണുവിന്റെ കുടുംബത്തിന് പിന്നാലെ പോകുന്നത് എന്തിനാണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മഹിജ മർദ്ദനത്തിൽ നിലപാട് വ്യക്തമാക്കി CPM. പോലീസ് തെറ്റു ചെയ്തിട്ടില്ല, നടപ്പാക്കിയത് LDF നയം തന്നെയെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. എം.എ. ബേബി ഉന്നയിച്ച പോലീസ് വിമർശനം പാർട്ടി തള്ളി. അഭിപ്രായം തുറന്നു പറഞ്ഞ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. പോലീസ് പ്രവർത്തിച്ചത് സാമാന്യ ബുദ്ധിയില്ലാതെ, പരിഹരിക്കാമായിരുന്ന പ്രശ്നം വഷളാക്കിയെന്നും മേഴ്സിക്കുട്ടിയമ്മ. മഹിജയ്ക്കെതിരെ ഇന്നും മന്ത്രി എം.എം. മണി. സർക്കാരിന്റെ സമവായ ശ്രമം പരാജയം, നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച ജിഷ്ണുവിന്റെ കുടുംബം. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാളി തിളക്കം. മിന്നാമിനിങ്ങിലെ അഭിനയത്തിലൂടെ സുരഭി ലക്ഷ്മി മികച്ച നടി. മോഹൻലാലിന് പ്രത്യേക ജൂറി പുരസ്കാരം. മഹേഷിന്റെ പ്രതികാരത്തിന് മികച്ച തിരക്കഥയ്ക്കും മലയാള ചിത്രത്തിനുമുള്ള പുരസ്കാരം. അക്ഷയ് കുമാർ നടൻ. മറാഠി ചിത്രം കസവ് മികച്ച ചിത്രം. കേരളീയരെ അടക്കം വംശീയമായി അധിക്ഷേപിച്ച BJP കേന്ദ്ര നേതാവ് തെക്കേ ഇന്ത്യക്കാർ കറുത്തവരെന്ന് തരുൺ വിജയ്. വിവാദമായപ്പോൾ ഖേദപ്രകടനം. പശു സംരക്ഷണത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങളിൽ കേന്ദ്ര സർക്കാരിനും 7 സംസ്ഥാനങ്ങൾക്കും സുപ്രീം കോടതിയുടെ നോട്ടീസ്. 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണം. ആൽവാർ സംഭവത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പാതയോരത്തെ മദ്യശാല നിരോധനത്തിൽ ഇളവ് തേടി കേരളം സുപ്രീം കോടതിയിൽ. ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ സാവകാശം നൽകണമെന്ന ആവശ്യം. ദേശീയ സംസ്ഥാന പാതകളുടെ പദവി റദ്ദാക്കുന്നത് തടയാൻ സുപ്രീം കോടതി അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടും ഹർജി. ആലപ്പുഴയിലെ +2 വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ 16 RSS പ്രവർത്തകർ അറസ്റ്റിൽ. കസ്റ്റഡിയിലായ 7 പേർ പ്രായപൂർത്തിയാകാത്തവർ. കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. പോലീസിന്റെ നടപടികളിൽ ഒരു തെറ്റും കാണാനാവാതെ CPM. പിന്നെ സമവായം എന്തിന്? അനുനയം എന്തിന്? ജിഷ്ണുവിന്റെ ബന്ധുക്കൾക്കെതിരായ പോലീസ് നടപടിയെ ന്യായീകരിച്ചും എം.എ. ബേബിയുടെ നിലപാടിനെ തള്ളിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. DGPയെ മാറ്റാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് CPM കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. പോലീസിനെ വിമർശിച്ച് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും രംഗത്തെത്തി. പോലീസ് ഇടതുനയത്തിന് വിരുദ്ധമായാണ് പെരുമാറിയതെന്ന എം.എ. ബേബിയുടെ നിലപാടിനെ തള്ളിയാണ് CPM സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പ്. പോലീസ് ഇടതുനയം അനുസരിച്ചാണ് പെരുമാറിയത്. ജിഷ്ണുവിന്റെ ബന്ധുക്കൾക്ക് പിന്നിൽ BJPയും UDF ആണെന്നും CPM ആരോപിക്കുന്നു. DGP ലോക്നാഥ് ബെഹ്റയെ മാറ്റാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് CPM കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. ഇത്തരത്തിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കേന്ദ്ര നേതൃത്വം അറിയിച്ചു. ജിഷ്ണുവിന്റെ കുടുംബത്തോട് പോലീസ് സാമാന്യബുദ്ധി ഉപയോഗിച്ചല്ല പെരുമാറിയതെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ വിമർശിച്ചു. ഇക്കാര്യത്തിൽ ആ അമ്മയുടെ വേദനയോട് കേരളത്തിൽ ആരെങ്കിലും വിയോജിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും അമ്മയുടെ പക്ഷം തന്നെയാണ്. അവിടെ സംഭവിച്ചത് അമ്മയോടൊപ്പം പോയ സഹോദരനെ
പെട്ടെന്ന് പോലീസ് പിടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് ഈ പ്രതികരണം വന്നതെന്ന് ഞാൻ കരുതുന്നു. അതിനകത്ത് പ്രായോഗിക ബുദ്ധി പോലീസിനാകാമായിരുന്നു. പോലീസ് അതിക്രമിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ഒരു അതിക്രമമല്ല അവിടെ ഉണ്ടായത്. പ്രായോഗികമായി ആ കാര്യത്തെ സെറ്റിൽ ചെയ്യാമായിരുന്നു. ഇവരെ വിളിച്ചുകൊണ്ട് പോയി DGPയെ കാണിക്കാമായിരുന്നു, അല്ല അവരകത്തോട്ട് വരുന്നില്ലെങ്കിൽ ഈ പുറത്തേക്ക് വന്ന് കാണാമായിരുന്നു. ഈ ഒരു പ്രായോഗിക പ്രശ്നത്തിലാണ്, അല്ല പോലീസ് അതിക്രമിച്ചു എന്ന് ഞാൻ കാണുന്നില്ല. പ്രായോഗികമായി ഒരു പ്രശ്നത്തെ ഡീൽ ചെയ്യുന്നതിന് കുറച്ചുകൂടി ടാക്ടിക്കലായ നിലപാട് സ്വീകരിക്കാമായിരുന്നു, അത്രയേ ഉള്ളൂ. ജിഷ്ണുവിന്റെ കുടുംബം നടത്തുന്ന സമരത്തിന്റെ പിന്തുണയുമായി CPM പ്രാദേശിക നേതൃത്വം രംഗത്തെത്തി. സമരം അവസാനിപ്പിക്കാൻ സർക്കാരിനോട് ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും CPM നാദാപുരം ഏരിയ സെക്രട്ടറി അറിയിച്ചു. പോലീസ് നടപടിയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയും പാർട്ടിയും നിലപാട് സ്വീകരിക്കുമ്പോഴാണ് VSന് പിന്നാലെ കൂടുതൽ നേതാക്കൾ പോലീസിനെ വിമർശിച്ച് പരസ്യമായി രംഗത്തെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മന്ത്രി MM മണിയെ തള്ളി മേഴ്സിക്കുട്ടിയമ്മ. ജിഷ്ണുവിന്റെ കുടുംബത്തെ ആരും ഹൈജാക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും ജിഷ്ണുവിന്റെ കുടുംബത്തോട് നീതി ചെയ്യാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നും മേഴ്സിക്കുട്ടിയമ്മ മലപ്പുറത്ത് പറഞ്ഞു. ഇല്ല, അങ്ങനെ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. അങ്ങനെ ഇടയില്ലെന്നാണ് ഞാൻ കരുതുന്നത്. മണിസാവ് അങ്ങനെ പറയാനിടയില്ല. എന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് നിലപാട് അതല്ല. അപ്പോൾ പിന്നെ മണിസാവ് മാത്രം പ്രത്യേകമായി പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇല്ല, അങ്ങനെ ഹൈജാക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ അമ്മയും സഹോദരങ്ങളും ഇന്നലെയും പറഞ്ഞു, ഞാൻ കേട്ടു, ഞങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടല്ല സമരം ചെയ്യുന്നത്. അവർക്ക് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്യാൻ പോലീസ് നടപടി സ്വീകരിക്കണം, അതിനുവേണ്ടി ഞങ്ങൾ സമരം ചെയ്യുന്നതെന്ന് ഇന്നലെയും കേട്ടു ഞാൻ. അപ്പോൾ ആ കുടുംബം ഗവൺമെന്റിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അഥവാ അവർ സ്വീകരിച്ചാലും ഗവൺമെന്റിന് അവരോട് എതിരായ നിലപാടില്ല. പ്രൈം ഡിബേറ്റിന്റെ ചർച്ചയിൽ പങ്കുചേരുന്നത് ഇപ്പോൾ ജിഷ്ണുവിന്റെ അച്ഛൻ അശോകൻ, ഒപ്പം ശ്രീ AN ഷംസീർ MLA CPIM, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ്, BJP ശ്രീ K സുരേന്ദ്രൻ എന്നിവരാണ് ചേരുന്നത്. ഇവിടെ അശോകൻ, സർക്കാർ നിങ്ങളുമായി ഈ പ്രശ്നങ്ങളാകെ പരിഹരിക്കണം എന്നൊരു മനോഭാവത്തോടു കൂടിയും താല്പര്യത്തോടെയുമാണല്ലോ ഇന്ന് മന്ത്രി അടക്കം വന്ന് നിങ്ങളെ കണ്ടത്. പക്ഷേ എന്തുകൊണ്ട് ആ നിലയിൽ പ്രശ്നങ്ങൾ തീരുന്നില്ല? ഇങ്ങനെയൊക്കെ സമരവുമായി മുന്നോട്ട് പോകണമോ? ഒത്തുതീർപ്പും സർക്കാർ പറയുന്ന നല്ല വാക്കുകളും കേട്ട് മുന്നോട്ട് പോകുന്നതല്ലേ ഉചിതം? ഞങ്ങളുടെ മകൻ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 91 ദിവസമായി. അവരെ അറസ്റ്റ് ചെയ്യുക മുന്നേ വേണ്ട. അതുകൂടാണ്ട് ഇപ്പം ഇന്നലെ ഞങ്ങളെ നിഷ്കൂരമായ 2 ഉദ്യോഗസ്ഥന്മാർ അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടും ചവിട്ടിയും തോച്ചിട്ടും അതിലും നിയമോടിയായിട്ട് കേസെടുക്കുകയാണ് പറയാനുള്ളത്. അതാണ് അവരുടെ ഒരു നിലപാട്. കേസെടുക്കണം, നടപടി ഉണ്ടാകണം, അതുമായി ബന്ധപ്പെട്ട് മാത്രമേ അനുനയവും സമവായവുമുള്ളൂ. ഇതാണ് അവരുടെ നിലപാട്. ഷംസീർ, ഇന്നലെ എടുത്തൊരു പ്രധാനപ്പെട്ട നിലപാട് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചത് നുഴഞ്ഞുകയറ്റക്കാരാണ് കുഴപ്പമുണ്ടാക്കിയത്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നു ഇവർക്ക് പിന്നിൽ കോൺഗ്രസും BJPയുമാണ് എന്ന നിലയിൽ. അത്തരമൊരു കൃത്യം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മന്ത്രി MM മണിയെ പോലെയുള്ള ആളുകൾ ശക്തമായ വിമർശനവുമായി മഹിജയ്ക്ക് നേരെ തന്നെ നീങ്ങുന്നത്. ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അവരെ എന്ന മട്ടിൽ തുറന്ന നിലപാടുകൾ സ്വീകരിക്കുന്നത്. CPM അത്തരമൊരു നല്ല ബോധ്യത്തിലാണോ ഇക്കാര്യത്തിൽ നീങ്ങുന്നത്? അതിൻ്റെ ഭാഗമായൊരു സമരമാണോ നടന്നത്? അങ്ങനെ ഇവരെ കൃത്യമായി ഹൈജാക്ക് ചെയ്യുകയും ഇവരൊക്കെ ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്തതായ ഒരു സാഹചര്യമാണോ തിരുവനന്തപുരത്തുണ്ടായത്? അതാണോ CPM ഇക്കാര്യത്തിൽ കാണുന്ന കൃത്യം വിശദീകരണം, നിലപാട്? അതിലാദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളിപ്പോഴും ജിഷ്ണുവിൻ്റെ കുടുംബക്കാരോടൊപ്പമാണ്. ജിഷ്ണുവിൻ്റെ അമ്മയോടൊപ്പം, ജിഷ്ണുവിൻ്റെ അച്ഛനോടൊപ്പം, ജിഷ്ണുവിൻ്റെ കുടുംബത്തോടൊപ്പം. ഒപ്പം ജിഷ്ണുവിൻ്റെ ചോര ഈ കേരളത്തിൽ ഒഴുകിയിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് പറയിക്കും ഈ സർക്കാർ. പ്രതികൾ ഏത് മാളത്തിൽ പോയി വിളിച്ചാലും അവരെ പുകച്ച് പുറത്ത് ചാടിക്കും, അവരെ പിടിക്കും. ഇപ്പോഴും ഈ പ്രതികൾക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്നത് ആരാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാം. ഇവർക്ക് പലതരത്തിലും UDF നേതൃത്വമായിട്ടാണ് ബന്ധം. ഇതിൽ പ്രതിചേർക്കപ്പെട്ട സഞ്ജിത്ത് KP വിശ്വനാഥൻ്റെ മകൻ, കോൺഗ്രസ് നേതാവിൻ്റെ മകനാണ്. മറ്റൊരു പ്രതി ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ബന്ധുവാണ്. ഇങ്ങനെ പലരും പല കോൺഗ്രസ് UDF നേതാക്കന്മാരുടെ ബന്ധുവാണ്. അതുമാത്രമല്ല, ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ചെറിയ കാര്യമല്ല. അതവിടെ നിൽക്കട്ടെ. ശരത്ത് ഒന്നുകിൽ എന്നെ കൊണ്ട് പറയിക്കാൻ വിടുക, അല്ലെങ്കിൽ ഈ ഇടക്കിടക്ക് ചോദ്യം ചോദിക്കുമ്പം എന്നെ വിളിച്ചത് എൻ്റെ വേർഷൻ കേൾക്കാനാണ്. ഇപ്പോൾ എനിക്ക് ഉത്തരം പറയാനേ പറ്റൂ. ഇപ്പോൾ ശരത്ത് തന്നെ എങ്ങനെ ചോദ്യവും ഉത്തരവും തന്നാൽ നിങ്ങൾക്കൂടെ ഉത്തരം ഞാൻ പറയാം. അല്ലാതെ എൻ്റെ ഉത്തരം നിങ്ങൾക്ക് LDFൻ്റെ ഭാഗത്ത് കേൾക്കേണ്ട വീക്ഷണമാണെങ്കിൽ നിങ്ങൾ എന്നെ പറയാൻ വിടണം. അല്ലാതെ ശരത്ത് തന്നെ ചോദ്യവും നിങ്ങൾ ഉത്തരവും തന്നാൽ നിങ്ങൾക്കൂടെ ഉത്തരം ഞാൻ പറയാം. നിങ്ങൾ എഴുതി തന്നാൽ, നിങ്ങൾ കഷ്ണം കടലാസിൽ എഴുതി തരാം, ഇതാണ് ഷംസീർ ഞങ്ങൾക്ക് വേണ്ട ഉത്തരം, ഇതൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങൾ പറയാം. അപ്പോൾ ഇതിപ്പോൾ ഈ ഗവൺമെൻറ് അനീതി കാണിച്ചു എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ബസ്സിൽ ആദ്യം മുതലേ സഞ്ചരിക്കുന്നവരാണ് ഞങ്ങൾ. ഇതിൽ പലരും പകുതിക്ക് കയറി വന്നവരാണ് ഇപ്പോൾ കുഴപ്പമുണ്ടാക്കുന്നത്. ഇവിടെ തുടക്കം മുതൽ ജനുവരി 6-ാം തീയതി ജിഷ്ണു കൊല്ലപ്പെട്ട ഘട്ടം മുതൽ ഇതാരാണ് ഇത് ആദ്യം ഉയർത്തിക്കൊണ്ട് വന്നത്? SFI അല്ലേ? #, ഇട്ടുകൊണ്ട് ജസ്റ്റിസ് ഫോർ ജിഷ്ണു എന്ന ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവന്ന ചാനൽ കൈരടിയല്ലേ? പിന്നീടല്ലേ നിങ്ങൾ ഉൾപ്പെടെയുള്ള പല ചാനലുകളും ഏറ്റെടുത്തത്? ഞങ്ങളിപ്പോഴും പറയുന്നത് ജിഷ്ണു എന്ന ഞങ്ങളുടെ കൂടോപ്പുറപ്പിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സ്വാശ്രയ കച്ചവടക്കാരുടെ മുഖം തുറന്നു കാട്ടാൻ സാധിച്ചു. അതിൽ ഞങ്ങളുടെ കൂടപ്പുറപ്പിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹം ഇന്ന് സ്വാശ്രയ കോളേജുകൾക്ക് ഇടിമുടികളുണ്ടെന്നും പലതരത്തിൽ അന്യായങ്ങൾ നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചത് ഈ ഒരു സമരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ജിഷ്ണുവിൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ സ്വാശ്രയ മേഖലയിൽ പലതരത്തിലുള്ള തിന്മകളും നടക്കുന്നു എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇക്കാലം അത്രയും SFI പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിക്കേണ്ടി വന്നത് ജിഷ്ണുവിൻ്റെ ഞങ്ങളുടെ കൂടപ്പുറപ്പിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇപ്പോൾ അത് അംഗീകരിക്കേണ്ടി വന്നു. ആരാണ് ഈ ഭൂതത്തെ തുറന്നുവിട്ടത്? സ്വാശ്രയ ഭൂതത്തെ തുറന്നുവിട്ടവരാണ് ഇപ്പോൾ അതിനെതിരെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി, ഇനി ഒരു ജിഷ്ണുമാർ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി തയ്യാറാണോ UDF ഞങ്ങളുടെ കൂടെ നിൽക്കാൻ? ഇനിയിപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു സെൻട്രൽ ലോ കൊണ്ടുവന്നാൽ ഇതിനെ മറികടക്കാൻ ആർക്കും സാധിക്കില്ല. അത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ BJP തയ്യാറുണ്ടോ? ABVP-ക്കാർ എന്നെ കാണാൻ വന്നിരുന്നു. ABVP-ക്കാർ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ MLA-മാരെ കാണാൻ വന്നു. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഞാനൊരു വിദ്യാർത്ഥി പ്രവർത്തകനാണ്, നിങ്ങൾ എന്നെ കാണുന്നത് ശരി, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ഒപ്പം നിങ്ങളുടെ സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണത്തിന് തയ്യാറായാൽ കേരളത്തിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ ഇപ്പോൾ ജിഷ്ണു മരിച്ചു, ജിഷ്ണുവിൻ്റെ കുടുംബത്തിന് നീതി വേണം. ആ ആളുകളുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ. ജിഷ്ണുവിൻ്റെ അച്ഛൻ്റെ വികാരം ഞങ്ങൾ മാനിക്കുന്നു. ജിഷ്ണുവിൻ്റെ അമ്മയുടെ കണ്ണുനീരിൻ്റെ വില ഞങ്ങൾക്കറിയാം. കാരണം ഇതുപോലെ ഒരുപാട് അമ്മമാരുടെ കണ്ണുനീർ കണ്ട പ്രസ്ഥാനമാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം അമ്മയുടെ കണ്ണുനീർ. ആ കണ്ണുനീരിനെ ഞങ്ങൾ ഒരിക്കലും നിന്ദിക്കാൻ തയ്യാറല്ല. ആ കുടുംബത്തോട് ഒരിക്കലും അവഗണിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ആ കുടുംബം ഉയർത്തുന്ന സമരത്തിൻ്റെ കൂടെ തന്നെയാണ് കേരളത്തിൻ്റെ പൊതുമനസ്സ്, അവരുടെ കൂടെ തന്നെയാണ് DYFI-യും SFI-യും എല്ലാം. ഷംസീർ, ഞാൻ മടങ്ങി വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ആ കുടുംബം നിങ്ങളുടെ KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞതുപോലെ അതൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്, പാർട്ടി കുടുംബമാണ്, അതിലൊന്നും കേരളത്തിൽ ആർക്കും തർക്കമില്ല. അവർക്കൊപ്പം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വേദനയ്ക്കൊപ്പം നിൽക്കുന്നതാണ് ഷംസീറും വിശദീകരിച്ചത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ഇന്നെടുത്ത വിശദീകരണവും നിലപാടും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് CPM എടുത്ത നിലപാടിനോട് നിങ്ങൾക്കുള്ള വിയോജിപ്പ് എന്താണ്? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നെടുത്ത വിശദീകരിച്ച ആ നിലപാടിലെ വിയോജിപ്പ് നിങ്ങൾക്ക് എന്താണ്? അല്ല, ബഹുമാനപ്പെട്ട ഷംസീർ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശരത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചർച്ച കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ കുറിച്ചാണെന്നാണ്. അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്നത് ജിഷ്ണു മരിച്ചിട്ട് 91 ദിവസമായി. ആ അമ്മ തൻ്റെ മകൻ്റെ ദാരുണമായ അന്ത്യത്തിന് ഇടയാക്കിയ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തെരുവിൽ നടക്കുകയാണ് കഴിഞ്ഞ 91 ദിവസമായി. SFI-യുടെ നേതാവാണ് ജിഷ്ണു. അവർ പഴയ SFI-യുടെ നേതാവാണ് മഹിജ. DYFI നേതാവായിരുന്നു. അവർ മാർക്സിസ്റ്റുകാരിയാണ്. അവർ ഈ നിമിഷം വരെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയോ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയോ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ അനന്തു എന്ന് പറയുന്ന ഒരു സഹോദരനെ കൊന്നു. SFI-യുടെ നേതാവാണ്. ദാരുണമായ കൊലപാതകം. ഒറ്റ രാത്രി കൊണ്ട് 17 പ്രതികളിൽ 16 പേരെയും പിടിച്ചു. കേരളത്തിലെ പോലീസ് മോശമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒറ്റ രാത്രി കൊണ്ട് 16 പ്രതികളെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 91 ദിവസമായി. എന്തുകൊണ്ട് വിഷ്ണുവിനെ മരണത്തിനിടയാക്കിയ പ്രതികളെ പിടിക്കുന്നില്ല? 1ഉം 2ഉം പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി. 3ഉം 4ഉം 5ഉം 6ഉം പ്രതികൾക്ക് മുൻകൂർ ജാമ്യമില്ല. അപ്പോൾ 3ഉം 4ഉം 5ഉം 6ഉം പ്രതികൾ 1ഉം 2ഉം പ്രതികളെക്കാൾ വലിയ കുറ്റം ചെയ്തവരാണോ അതോ 1ഉം 2ഉം പ്രതികളാണോ കുറ്റം കൂടുതൽ ചെയ്തത്? അപ്പോൾ 1ഉം 2ഉം പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. ഇവിടെ ഞാൻ പറയുന്നത് ഈ 91 ദിവസമായിട്ട് അവർക്ക് നീതി കൊടുത്തില്ല. ഇന്നലെ ഇപ്പോൾ അവിടെ നടന്ന സംഭവം, ഇപ്പോൾ കോൺഗ്രസും BJP-യുമായി ഗൂഢാലോചന നടത്തി. ആരാ അവിടെ പോയത്? മാർക്സിസ്റ്റ് SFI-യുടെ നേതാവായിരുന്ന, DYFI-യുടെ നേതാവായിരുന്ന, കേരളത്തിലെ ഭരണപരിഷ്കാര കമ്മീഷൻ അച്യുതാനന്ദൻ, മുൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഷാജഹാൻ, അയാളൊരു സമാധാന പ്രേമിയാണ്. അദ്ദേഹം സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെടുന്ന ആളാണ്, ലേഖനം എഴുതുന്ന ആളാണ്. SNC ലാവലിനെ കുറിച്ച് നിരന്തരമായി ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഒരെറുമ്പിനെ പോലും നോവിക്കാത്ത ക്യാരക്ടർ അയാൾക്കുള്ളത്. ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ഷാജഹാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് പറയുന്നത്. തോക്ക് സമി ഇവർ ഈ 5 പേരെ രാത്രി 1 മണിക്കാണ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ വീട്ടിൽ ഹാജരാക്കിയത്.
അവിടെ തോക്കുസ്വാമി കൊടുത്തൊരു മൊഴി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 53 ദിവസം ഈ തോക്കുസ്വാമി എറണാകുളത്ത് ജയിലിലാണ്. അവിടെ നീ പറയപ്പെടുന്ന ദിവസം തിരുവനന്തപുരത്ത് വന്നത് DGPയോട് ഞാനൊരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. അദ്ദേഹം എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. ആ അപ്പോയിൻമെൻ്റ് അടിസ്ഥാനത്തിലാണ് ഞാൻ DGP ഓഫീസിൽ വന്നതെന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് തോക്കുസ്വാമി മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പം DGP വിളിച്ചിട്ടാണ് അയാൾ വന്നത്, പറഞ്ഞിട്ടാണ് അവിടെ വന്നത്. അപ്പം എന്തിനാണ് DGP തോക്കുസ്വാമി അവിടെ വരുത്തിയത്, അല്ലെങ്കിൽ ആ സമയം അപ്പോയിൻമെൻറ്റ് കൊടുത്തത്? 14 റെയിൽവേ ടിക്കറ്റുകൾ എടുത്തു കാണിച്ച് ആ 14 പേർക്ക് DGPയെ കാണാൻ അവസരം കൊടുക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. ഞങ്ങൾ കോഴിക്കോട്ട് നാദാപുരത്ത് നിന്ന് വരികയാണ്, 14 ട്രെയിൻ ടിക്കറ്റ്. ആ 14 പേരെ കാണണമെന്നല്ലാതെ DGPയെ കാണണമെന്നല്ലാതെ ഷാജഹാനെ കാണിക്കണമെന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ SUCയുടെ ഭാര്യ ഭർത്താക്കന്മാരെ? താങ്കൾ വിശദീകരിച്ചു വരുന്നത് ഞാൻ മടങ്ങി വരാം. അതായത് ഈ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് CPM ഇന്നെടുത്തിട്ടുള്ള രാഷ്ട്രീയ വിശദീകരണത്തോടുള്ള വിയോജിപ്പാണ് ശ്രീ ഉണ്ണിത്താൻ പങ്കുവച്ചത്. ശ്രീ സുരേന്ദ്രൻ, ഇപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ ഉണ്ണിത്താൻ പറഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞ CPMന്റെ ആരോപണത്തിലെ ഒരു കക്ഷി നിങ്ങളാണ്. ഈ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അതിൽ ഈ പറയുന്ന വിശദീകരണം നിലനിൽക്കത്തക്കതല്ല എന്നാണ് ഉണ്ണിത്താൻ പറയുന്നത്. BJPയെ സംബന്ധിച്ച് ഇന്നലെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതിൽ അവിടേക്ക് പോയതിൽ ഒരു BJP പ്രാദേശിക നേതാവ് കൂടി ഉണ്ടായിരുന്നു. നുഴഞ്ഞു കയറ്റക്കാർ അവരുടെ താല്പര്യാർത്ഥം ആണിതിൽ പ്രവർത്തിച്ചത്. ആ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായി DGPയെ കാണാൻ വന്നവരുടെ താല്പര്യത്തെ വഴിതെറ്റിച്ചത് എന്ന് പറയുന്ന ആക്ഷേപം. അതിന് കുറെ കൂടി രാഷ്ട്രീയമായി UDF BJP താല്പര്യമാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിൽ വ്യക്തമായി വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു വെച്ചത്. അതാണ് ശ്രീ M. മണി ആവർത്തിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ സുരേന്ദ്രൻ. തീർച്ചയായിട്ടും ശരത്ത്, ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിലപാടും ഇപ്പോൾ ചർച്ചയ്ക്ക് വന്ന മാർക്സിസ്റ്റ് MLA ഷംസീറിൻ്റെ നിലപാടും രണ്ടും പരസ്പര വിരുദ്ധമാണ്. ഷംസീർ പറയുന്നത് ഞങ്ങൾ അമ്മയോടും കുടുംബത്തോടും അച്ഛനോടും ഒപ്പമാണ്, ഞങ്ങളുടെ കുടുംബമാണ്, ആ കണ്ണുനീരിന് വില കൽപ്പിക്കുന്നു എന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നത് അവർ ചട്ടുകമായി മാറിയിരിക്കുകയാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയും എന്ന്. അപ്പോൾ അതിൽ തന്നെ പൊരുത്തക്കേടുകളുണ്ട്. ഞാനൊരു കാര്യം പറയാം. പിന്നെ ഇവിടെ മറ്റെല്ലാ കേസുകളിലും രാഷ്ട്രീയ പ്രവർത്തകർ ഇടപെടുന്നത് ആരുടെയെങ്കിലും ലൈസൻസോ സർട്ടിഫിക്കറ്റോ വാങ്ങിയിട്ടല്ല. രോഹിത് വെമുലയുടെ കേസിൽ ഷംസീർ ചാടിക്കേറിയത് അത് CPM കാരനായതുകൊണ്ടല്ല. രോഹിത് വെമുല പിന്നെ MP രാജേഷ് ഹൈദരാബാദിൽ സമരത്തിന് പോയത് അയാൾ CPM കാരനായതുകൊണ്ടല്ല. CPMനെതിരായി മത്സരിച്ച ആളായിട്ട് പോലും CPM ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ഞങ്ങൾ ജിഷ്ണുവിൻ്റെ കുടുംബത്തിനോടൊപ്പമാണ് എന്ന് പറയുന്ന ഷംസീറിൻ്റെ വാദം പച്ചക്കള്ളമാണ്. പ്രതികളെ പിടിച്ചില്ല എന്ന് മാത്രമല്ല, കേസ് തേച്ച് മാച്ച് കളയാൻ എന്തെല്ലാം ചെയ്തു? മഹസർ രേഖകളിൽ കൃത്രിമം കാണിച്ചു. ശരത്തെ ഞാൻ പറയാം, എനിക്ക് 2 മിനിറ്റ് തരണം. മഹസർ രേഖകളിൽ ആദ്യം ബോഡി കണ്ട സ്ഥലത്തെ സംബന്ധിച്ചുള്ള രേഖകളിൽ കൃത്രിമം കാണിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കള്ളത്തരം കാണിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മര്യാദയ്ക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. ഫോറൻസിക് പരിശോധനയിൽ രക്തക്കറ കണ്ടെടുത്തിട്ടും ഫോറൻസിക് പരിശോധനയിൽ വലിയ സമ്മർദ്ദം കുടുംബം വീണ്ടും ചെലുത്തേണ്ടി വന്നു. ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ Day 1 ഈ കുടുംബം നടത്തിയ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് പല സംഭവങ്ങളും ഉണ്ടായത്. സുപ്രീം കോടതി, എനിക്ക് ഷംസീറിനോട് വളരെ പരമപുച്ഛമാണ് തോന്നുന്നത്, സുപ്രീം കോടതി കൃഷ്ണദാസിൻ്റെ ജാമ്യം സ്ഥിരീകരിച്ചുകൊണ്ട് നൽകിയ ഉത്തരവിൽ പറയുന്നു, കൃഷ്ണദാസ് ചെയ്ത കുറ്റങ്ങൾക്കുള്ള തെളിവുകൾ ഹാജരാക്കിയിരുന്നെങ്കിൽ കൃഷ്ണദാസ് ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തു വരില്ല. അതിനർത്ഥം കൃഷ്ണദാസ് ചെയ്ത കുറ്റം കോടതിയിൽ ഹാജരാക്കിയില്ല. പ്രോസിക്യൂഷൻ കൃഷ്ണദാസിനെ സഹായിച്ചു, പ്രതികളെ സഹായിച്ചു, 1-2 പ്രതികളെ സഹായിച്ചു. കോൺഗ്രസ് നേതാവിൻ്റെ വിശ്വനാഥിൻ്റെ മകൻ തൃശൂർ നഗരത്തിൽ കഴിഞ്ഞ 90 ദിവസം കഴിഞ്ഞു. അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി. അവസാനം മഹിജയുടെ സംഭവം നടക്കുന്നത് വരെ അറസ്റ്റ് ചെയ്ത് 1.5 മണിക്കൂർ കൊണ്ട് വിട്ടയച്ചു. 24 മണിക്കൂർ ചോദ്യം ചെയ്യാമായിരുന്നു കൃഷ്ണദാസിനെയും സഞ്ജിത് വിശ്വനാഥനെയും. അവരെ ചോദ്യം ചെയ്തില്ല. ഇനിയും പ്രതികൾ പിടിക്കപ്പെടാനുണ്ട്. ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ CPIMന്റെ പോലീസും സർക്കാരും വളരെ ഗൂഢാലോചന നടത്തി കേസ് തേച്ചുമാച്ച് കളയാൻ ശ്രമിച്ചതാണ്. എന്നിട്ട് ഞങ്ങൾ ഇരകളുടെ കൂടെയാണ് എന്ന് മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. പിന്നെ സ്വാശ്രയ കോളേജിനെ കുറിച്ചൊക്കെ എന്തോ പറഞ്ഞല്ലോ ഇവിടെ ഷംസീർ. മിസ്റ്റർ ഷംസീർ, ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വാശ്രയ മാനേജ്മെന്റുകളെ നിലയ്ക്ക് നിർത്താനുള്ള ശക്തമായ നിലപാടെടുത്ത് സെൻട്രൽ ഗവൺമെന്റാണ്. നിങ്ങൾ ഹൈക്കോടതിയിൽ തോറ്റുകൊടുത്തു. കേരള ഗവൺമെന്റ് ഹൈക്കോടതിയിൽ തോറ്റുകൊടുത്തു. ഞങ്ങളാണ് അപ്പീൽ പോയത്. ഞങ്ങളുടെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര സർക്കാരുകളാണ് അപ്പീൽ പോയത്. നിങ്ങൾ കക്ഷി ചേരാൻ പോലും തയ്യാറായില്ല. ഇന്ത്യ രാജ്യം മുഴുവൻ ഒരു പൊതുപ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റുകളുടെ കൊള്ള അവസാനിപ്പിക്കാനുള്ള വിപ്ലവകരമായ തീരുമാനമെടുത്ത ഗവൺമെന്റാണ് ഞങ്ങളോട്. എന്നിട്ട് നാണമില്ലാതെ നിങ്ങൾ സർക്കാർ സ്വാശ്രയ മാനേജ്മെന്റ്
ഷംസീർ തുടക്കത്തിൽ അത്തരം ഒരു വിമർശനം ഉന്നയിച്ചതുകൊണ്ടും പ്രശ്നം ഉന്നയിച്ചതുകൊണ്ടും ശ്രീ ഉണ്ണിത്താനും അതുപോലെ തന്നെ സുരേന്ദ്രനും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ടാണ്. റൈറ്റ് അതേക്കുറിച്ച് നിങ്ങളുടെ വിശദീകരണവുമായി കഴിഞ്ഞു. ശ്രീ അശോകൻ, നിങ്ങളുടെ സമരത്തിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരുണ്ടായി, മറ്റു വിഷയം ആവശ്യമില്ലാതെ പറഞ്ഞതുകൊണ്ടാണ്. മനസ്സിലായി സുരേന്ദ്രൻ. ശ്രീ അശോകൻ, UDF-ഉം അല്ലെങ്കിൽ കോൺഗ്രസും BJP-യും ഒക്കെയാണ് നിങ്ങൾക്ക് പിന്നിൽ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ പ്രസ്ഥാനം ഒരു പ്രസ്താവന ഇറക്കിയാൽ അതിനോട് യോജിപ്പുണ്ടോ ശ്രീ അശോകൻ? അതിനോടൊരു യോജിപ്പുമില്ല. അത് പച്ചക്കള്ളത്തരമാണ്. അത് ഈ തോക്ക് സ്വാമി ആരാണെന്ന് പോലീസിനോട് ചോദിച്ചാൽ പോലീസിന് അറിയാൻ പറ്റും. ഞങ്ങൾക്ക് തോക്ക് സ്വാമി ഞാൻ പത്രത്തിൽ കൂടിയാണ് ഞാൻ കാണുന്നത്. ഷംസീർ, വലിയ പൊരുത്തക്കേടുകൾ ആ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ തന്നെയും കേസ് അന്വേഷണത്തിലെ വീഴ്ചകളെ എണ്ണി പറയുന്ന ഒരു സാഹചര്യം. രണ്ട്, ഇക്കാര്യത്തിൽ ആദ്യം പറഞ്ഞു നുഴഞ്ഞുകയറ്റക്കാരാണ്. ഇന്ന് വരുമ്പോഴേക്കും അത് കൃത്യമായി കോൺഗ്രസും BJP-യും തന്നെയാണ് ഇവർക്ക് പിന്നിലെന്ന് പറയുന്നു. അതേസമയം ആ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുമ്പോൾ ആ കുടുംബത്തെയും CPM സംശയിക്കുന്നു. ഇപ്പോൾ ആ പിതാവ് പറഞ്ഞ പോലെ, ജിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ പച്ചക്കള്ളമാണ് CPM പറയുന്നതെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന നിലയിൽ ഒരു പ്രസ്താവന ഇറക്കിയത് തന്നെയും ശരിയാണോ? ആ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുമ്പോൾ അവരെയും സംശയിക്കുന്ന ഈ നുഴഞ്ഞുകയറ്റക്കാരുടെയും ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെയും ഒക്കെ പിന്തുണ വാങ്ങുന്നവരാണ് അവർ എന്ന് CPM പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അനുചിതമായി പോയില്ലേ? ഇന്നലെയിൽ നിന്നും ഇന്നേക്ക് എത്തുമ്പോഴാണ് പല കാര്യങ്ങൾക്കകത്തും നമുക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാക്കാൻ കഴിയുക. മിനിഞ്ഞാന്നാണ് ഇൻസിഡൻറ്റ് നടന്നത്. മിനിഞ്ഞാന്ന് പാർട്ടി ഒരു സ്റ്റാൻഡ് പറഞ്ഞു. ഇന്നലെയുടെ എത്തുന്നതോട് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി കാര്യങ്ങൾ പാർട്ടിക്ക് പറയേണ്ടി വരും. അതിൻ്റെ ഭാഗമായാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് അത്തരമൊരു പ്രസ്താവന ഇറക്കിയത്. ഇവിടെ സുരേന്ദ്രൻ ഞങ്ങളെക്കുറിച്ച് വലിയ ആക്ഷേപം ഉന്നയിച്ചു. ഈ ദൃശ്യം ചാനലിനകത്ത് പതിയോ എനിക്കെന്നറിയില്ല. ഈ ദൃശ്യത്തിൽ കാണുന്നത് BJP-യുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരനും അദ്ദേഹത്തിൻ്റെ കൂടെ കൃഷ്ണദാസുമാണ്. ഇത് V. മുരളീധരൻ ഫെബ്രുവരി മാസം 8-ാം തീയതി, 8 എന്ന് പറയുമ്പം ജനുവരി 6 കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടപ്പോൾ ഈ ഒരു കാലയളവിൽ കൃഷ്ണദാസ് എന്തിനായിരുന്നു V. മുരളീധരനെ കണ്ടത്? ഉത്തരം പറയണ്ടേ? പിന്നെ നിങ്ങൾ എന്തെല്ലാം അവിടെ ഉന്നയിച്ചാലും ഞങ്ങളെ ഒരു ബോധ്യമുണ്ട്. ഞങ്ങളുടെ മനസാക്ഷി ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. ഞങ്ങൾ ഏതെങ്കിലും സ്വാശ്രയ മുതലാളിമാർക്ക് വേണ്ടി ശബ്ദിക്കുന്നവരല്ല. സ്വാശ്രയ കൊള്ളക്കാർക്കെതിരെ സമരം നടത്തിയവരാണ്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ കാണാനാണ് ഗതികേട്. ഞങ്ങൾക്ക് ഗതികേടില്ല. ഇത് ദൃശ്യം, ഇത് ഈ ഫോട്ടോ, ഈ ദൃശ്യം അങ്ങനെയെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണം. ഇത് എനിക്ക് പല ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്. സുരേന്ദ്രൻ ഇന്ന് തന്നെ കേസ് കൊടുക്കണം. ഇത് കൃഷ്ണദാസും ഈ പറയുന്ന കൃഷ്ണദാസ് എൻ്റെ സുരേന്ദ്ര, നിങ്ങൾ അങ്ങനെ ആരോപണം ഉന്നയിച്ചാൽ വ്യക്തിപരമായി എനിക്ക് ഒരുപാട് കാര്യം പറയേണ്ടി വരും. അപ്പൊ പിന്നെ ഈ ഡിബേറ്റ് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. കാശൊക്കെ വാങ്ങിച്ചാൽ നിങ്ങൾ ബാലന്റെ ഭാര്യ ആരായിരുന്നു മിസ്റ്റർ? ഞാൻ പറഞ്ഞല്ലോ ഇത് ദൃശ്യമാണ്. സംസാരിക്കുന്നത് ബാലന്റെ ഭാര്യ ആരായിരുന്നു ശംസീറെ? ബാലന്റെ ഭാര്യ എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ? 91 ദിവസത്തിൽ 79 ദിവസവും ബാലന്റെ ഭാര്യ ഉണ്ടായിരുന്നു അവിടെ. കൃഷ്ണദാസ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നില്ലേ? SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നില്ലല്ലോ. നിങ്ങൾ എന്താ ചെയ്തത്? ബാലന്റെ ഭാര്യക്ക് അവിടെ എന്തായിരുന്നു? ബാലന്റെ ഭാര്യ ആദ്യം അത് പറ മിസ്റ്റർ. ബാലന്റെ ഭാര്യ ശമ്പളം ജോലി ചെയ്യാതെ നമുക്ക് പുതിയ പ്രശ്നങ്ങളിലേക്ക് വരണം. നിങ്ങൾ പഴയതിൽ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കരുത്. നിങ്ങളുടെ ബാലന്റെ ഭാര്യ അവിടെ ആരായിരുന്നു ബാലന്റെ ഭാര്യ? സുരേന്ദ്രൻ. അതെ, ബാലന്റെ ഭാര്യ പറയാം. ബാലന്റെ ഭാര്യ കേരളത്തിലെ DHSI പിരിഞ്ഞ ഒരാളാ. ബാലന്റെ ഭാര്യ DHSI പിരിഞ്ഞ ഒരാളാണ്. ബാലന്റെ ഭാര്യ മെറിറ്റോറിയസ് ആയ കാൻഡിഡേറ്റ് ആണ്. എന്താണ് അവിടെ? ഞാൻ ചോദിക്കട്ടെ, ഈ കൃഷ്ണദാസിന്റെ ഇടിമുറിയുള്ള കോളേജിൽ മാത്രമേ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ? ബാലന്റെ ഭാര്യക്ക് വേറെ എത്ര സ്ഥാപനം ഉണ്ടോ? പിന്നെ നിങ്ങളുടെ പരിയാരം മെഡിക്കൽ കോളേജില്ലേ? നിങ്ങളെ CPM നേതാക്കന്മാർ നടത്തുന്ന കോളേജുകളില്ലേ? എന്തിനാണ് കോൺഗ്രസ് കോളേജുകളിൽ പോയിട്ട് ബാലന്റെ ഭാര്യ ഇടപെട്ടിട്ടല്ലേ അവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്ന ആളാണല്ലോ. രണ്ടുപേരും നിങ്ങളുടെ വാദങ്ങളിൽ ഉറച്ചു നിന്ന് ആരോപണ പ്രത്യാരോപണങ്ങളുമായി നിൽക്കുന്നു. അത് കേൾക്കുക എന്നുള്ളതല്ല കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഷംസീർ, ഞാൻ ചോദിച്ചതിലേക്ക് വരൂ. ഷംസീർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാദമുണ്ട്. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഇന്നൊരു രാഷ്ട്രീയ പ്രസ്താവന CPM ഇറക്കുമ്പോൾ CPM-ന് കുറെ കൂടി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് CPM-ന്റെ ബോധ്യം?
ഈ കുടുംബത്തിന് പിന്നിൽ ഇവരൊക്കെയാണ് എന്ന് പറയുന്ന നിലയിൽ CPM-ന്റെ ബോധ്യം എന്താണ്? അതേക്കുറിച്ച് പ്ലീസ്. നമ്മൾ കാട് കയറിപ്പോയാൽ എങ്ങും എത്തില്ല. കുടുംബത്തിന് ഞാൻ പറയാം ഈ കുടുംബം ഉറച്ച ഇടതുപക്ഷ കുടുംബമാണ്, ഒരു സംശയവും വേണ്ട. ഈ വീട്ടിൽ പോയ ആളാണ് ഞാൻ. ജിഷ്ണുവിനെ എനിക്ക് നേരിട്ട് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് 2014 ഞാൻ അവിടെ കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച പയ്യനാണ് എനിക്ക്. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ മുഖമൊന്നും അന്നേരം ഓർമ്മയില്ല. ജിഷ്ണു അടിയുറച്ച SFI ആണ്. ജിഷ്ണു അടിയുറച്ച ഇടതുപക്ഷ ആശയങ്ങൾ ഉറച്ചൊരു ചെറുപ്പക്കാരനാണ്, ഒരു സംശയവും വേണ്ട. ജിഷ്ണു ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെയാണ്. ജിഷ്ണുവിന്റെ അമ്മയും കുടുംബവും ഞങ്ങളുടെ കൂടെ തന്നെയാണ്. സമ്മതിച്ചു, അവരാരും CPM-നെ കുറ്റം പറഞ്ഞിട്ടില്ല, സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഈ പ്രസ്താവന ഇറക്കുന്നതിന് ആധാരമായ CPM-ന്റെ ബോധ്യം എന്താണ്? ഹർത്താലിനെതിരെ പ്രവർത്തിക്കുന്നു. CPM-ന്റെ ബോധ്യം ഉണ്ടാകും. അത് കൂടുതൽ വ്യക്തത വരും, കൂടുതൽ പറയും. ഇന്നുകൊണ്ട് ലോകം അവസാനിക്കുന്നില്ലല്ലോ ശരത്തെ. ഷംസീർ, അങ്ങനെയല്ലല്ലോ. ഒരു രാഷ്ട്രീയ പ്രസ്താവന വിശദീകരണം ഇക്കാര്യത്തിൽ CPM-നെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി ഇറക്കുമ്പോൾ അത് ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കുകയാണ് CPM. അത് വിശദീകരിക്കാൻ താങ്കളെ പോലെയുള്ള നേതാക്കൾ ബാധ്യസ്ഥരല്ലേ? അതെ ശരത്തെ, ബി പേഷ്യന്റ്. നമുക്ക് ഇന്നുകൊണ്ട് ഞങ്ങൾ ആരും ഇത് മതിയാക്കി പോകുന്നില്ലല്ലോ. വരും ദിവസങ്ങളിൽ സർക്കാരുണ്ട്, CPM ഉണ്ട്, ഞങ്ങളെല്ലാം ഉണ്ട്. അപ്പോ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമ്പോൾ കൂടുതൽ പറയും. അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപ്രായത്തിന് മതിയായ തെളിവുകൾ ഉണ്ടാകും. വളരെ ക്ലിയറായി തന്നെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഏതായാലും CPM ഇങ്ങനെ ഒരു ആരോപണം ഇക്കാര്യത്തിൽ ഉന്നയിച്ചതിൽ കൂടുതൽ വിശദീകരണം തൽക്കാലം നടത്തുന്നില്ല, വഴിയെ കാണാം എന്നാണ് ഷംസീർ പറയുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ പല കാര്യങ്ങളിലും താങ്കൾക്ക് വിയോജിപ്പുണ്ടായിരിക്കാം മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയോട്. കുണ്ടറയിലെ താങ്കളുടെ എതിരാളി കൂടിയായിരുന്നു. പക്ഷേ ഇന്ന് അവർ പറഞ്ഞ ആ പരാമർശം പിന്തുണയ്ക്കുന്നുണ്ടോ? സാമാന്യ ബുദ്ധിയില്ലാതെയാണ് പോലീസ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചത്, പ്രായോഗിക ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ചു. സെറ്റിൽ ചെയ്യാമായിരുന്ന ഒരു പ്രശ്നത്തെ ഈ രൂപത്തിലേക്ക് എത്തിക്കാതെ കഴിയുമായിരുന്നു. പൂർണ്ണമായും പോലീസ് ശരിയാണെന്ന് CPM ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴാണ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഈ ഒരു കാര്യം പറയാം. മാത്രമല്ല അതിന് അവിടെ ഉണ്ടായ സംഭവങ്ങൾക്ക് ഒരു യുക്തിസഹമായൊരു സാധ്യത കൂടി മന്ത്രി പറയുന്നുണ്ട്. അതായത് മഹിജയുടെ സഹോദരന് നേരെ പോലീസിൻ്റെ അതിക്രമം ഉണ്ടാകുന്നത് കണ്ട് അവർക്ക് അതിനോട് പ്രതികരിക്കേണ്ടതായി വന്നിട്ടുണ്ടാകാം. അതായിരിക്കാം കാര്യങ്ങളെ ആകെ വഷളാക്കിയത് എന്ന് ഒരു മന്ത്രിക്ക് ബോധ്യമുള്ളപ്പോഴാണ് ഈ സർക്കാർ അല്ലെങ്കിൽ ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി പറയുന്നത് പോലീസിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല ഇക്കാര്യത്തിലെന്ന്. മേഴ്സിക്കുട്ടിയമ്മ മാത്രമല്ല, MA ബേബി പറഞ്ഞത് ശരത്ത് ശ്രദ്ധിച്ച് കാണും, കാനം രാജേന്ദ്രൻ പറഞ്ഞത് ശരത്ത് ശ്രദ്ധിച്ച് കാണും, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ കൂടിയായ അച്യുതാനന്ദൻ പറഞ്ഞത് ശരത്ത് ശ്രദ്ധിച്ച് കാണും. പക്ഷെ അവരാരും ഈ സർക്കാരിന്റെ ഭാഗമല്ല. ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രി തന്നെ ഒരു വിശദീകരണം നടത്തിയതിനു പിന്നാലെ ഒരു മന്ത്രി സ്വന്തം അഭിപ്രായം അങ്ങനെ പറയുമ്പോൾ, അത് ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ പറയുമ്പോൾ അത് ഗൗരവമുള്ളതാണ്. ശരത്തെ, വളരെ ബാലിഷ്യമായി ഈ ചർച്ചയിൽ സംസാരിക്കരുത്. കാരണം പോളിറ്റ് ബ്യൂറോ മെമ്പർ MA ബേബി ഈ സർക്കാരിൻ്റെ ഭാഗമല്ലേ? പിന്നെ MA ബേബി ആരാണെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത്? പോളിറ്റ് ബ്യൂറോ അല്ലേ കേരളത്തിലെ ഗവൺമെൻറ് നിയന്ത്രിക്കുന്നത്? അല്ലെന്ന് പറയാമോ? ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ, ആ മെമ്പറാ പറഞ്ഞിരിക്കുന്നത്. ഒരു മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഈ ഗവൺമെൻറ് ഭാഗമല്ല, പാർട്ടിയുടെ ഭാഗമല്ലേ? ഏരിയ കമ്മിറ്റി സെക്രട്ടറി പാർട്ടിയുടെ ഭാഗമല്ലേ? മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത് 100% ശരിയാണ്. അവരെന്താ പറഞ്ഞത്? ആ കുടുംബത്തെ ആരും ഹൈജാക്ക് ചെയ്തിട്ടില്ല. പോലീസ് കുറെ കൂടി ആത്മസംയമനം പാലിക്കാമായിരുന്നു. പോലീസ് കുറെ കൂടി സഹിഷ്ണുതയോടുകൂടി പെരുമാറാമായിരുന്നു. ശരത്തെ, ഒരു കാര്യം ഞാൻ പറയാം. ശ്രീ ശിങ്കാരവേലു കേരളത്തിൻ്റെ IG ആയിരിക്കുമ്പോൾ IG ഓഫീസിലേക്ക് ശ്രീ AK ഗോപാലൻ ഒരു മാർച്ച് വെച്ചു. ആ മാർച്ച് അവിടെ ചെല്ലുമ്പോൾ AK ഗോപാലനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും വെയിൽ കൊള്ളാതിരിക്കാൻ ശിങ്കാരവേലു IG ഓഫീസിന് മുമ്പിൽ പന്തലിട്ട് കൊടുത്തു. മാത്രമല്ല AK ഗോപാലൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ IG ശിങ്കാരവേലു തൻ്റെ ഓഫീസിൽ നിന്ന് ശ്രീ AK ഗോപാലിനെ വന്ന് കണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്ത് പരാതിയാണ് അങ്ങേക്ക് എനിക്ക് തരാനുള്ളത്? ആ പരാതി ഏറ്റുവാങ്ങിയ പാരമ്പര്യമുള്ളൊരു നാടാണ് കേരളം. ആ ശിങ്കാരവേലു ഇരുന്ന അതേ കസേരയിൽ അന്ന് IG, ഇന്ന് ആ പദവിയുടെ പേര് DGP, അവിടെയാ ഈ നമ്മുടെ ലോക്നാഥ് ബെഹ്റ ഇരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ കുടുംബത്തെ കൂടാതെ എത്ര പേരാ വന്നത്? അവിടെ വന്നവർ ഇവർ തന്നെ പറയുന്നു. തോക്ക് സ്വാമി, ഷാജഹാൻ,
ഒരു ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ കുഞ്ഞിക്കണ്ണൻ. എത്ര പോലീസുണ്ട്? പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സാ. DGP ഉണ്ട്, IG ഉണ്ട്, DIGമാരുണ്ട്, ഇഷ്ടംപോലെ പോലീസ് ഓഫീസേഴ്സ് അവിടെ നിൽക്കുന്നു. ഈ പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ക്രൗഡ് അവിടെ ഉണ്ടോ? പറയൂ, എന്ത് ക്രൗഡ് അവിടെ ഉള്ളത്? അപ്പോ അവിടെ ഉണ്ടായിരുന്ന ആ ക്രൗഡിനെ അവർക്ക് കൈകാര്യം ചെയ്യാം. അവിടുന്ന് കുഞ്ഞിക്കണ്ണനെ വിട്ടു. ഷാജഹാൻ എന്താ വിടാത്ത? കുഞ്ഞിക്കണ്ണനെ എന്തുകൊണ്ട് വിട്ടു? ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ, അവിടെ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ഒരു കുട്ടി മരിച്ചില്ലേ? ആ മരണം നടന്നില്ലേ? അവിടെ ആരാ പോയത്? കുട്ടിയുടെ ബന്ധുക്കളാണോ? കുട്ടിയുടെ രക്തബന്ധുക്കളാണോ? DNA പരിശോധിച്ച ആളുകളാണോ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ബസ്സുകൾ തടയുന്നത്? അപ്പോ കേരളത്തിലെ പൊതുജന സമൂഹത്തെ ഞെട്ടിച്ച ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിൽ എല്ലാവരും ഇടപെടും. അതിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തീട്ടൂരം വേണ്ട, മുഖ്യമന്ത്രിയുടെ അനുവാദം വേണ്ട. അങ്ങനെ ഇടപെട്ട പാരമ്പര്യമുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന ആ അവകാശം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. ആയുധം എടുക്കാതെ സമരം ചെയ്യാം. തീർച്ചയായും അത്തരം ഇടപെടാനുള്ള പൊതുപ്രവർത്തകരുടെ അവകാശത്തെയും ജനാധിപത്യ മര്യാദയും സർക്കാർ ലംഘിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം ഒരു ഭാഗത്ത്. ഷംസീറിലേക്കും ശ്രീ സുരേന്ദ്രനിലേക്കും ശ്രീ ഉണ്ണിത്താനിലേക്കും ശ്രീ അശോകനിലേക്കും ഞാൻ വേഗം മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള. പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. സുരേന്ദ്രൻ, ഇക്കാര്യത്തിൽ ഇപ്പോൾ മഹിജയ്ക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമം, അതിനെതിരെ ശക്തമായ ഒരു നിലപാടെടുത്ത് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ആ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ. നേരത്തെ ഉണ്ണിത്താൻ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജനാധിപത്യപരമായി ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പൊതുപ്രവർത്തകർ, ആ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ആണ് ഷാജഹാനെ അവർ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഷാജിർ ഖാനെയും കുടുംബത്തെയും കാണുന്നത്. തോക്കുസ്വാമി ഭിന്നമാണ്. തോക്കുസ്വാമിയുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിലുള്ള അയാളുടെ വരവും അയാളുടെ അറസ്റ്റും ഒക്കെ അതിലും ഒരുപാട് ദുരൂഹതകൾ നിൽക്കുന്നു. ആ കുടുംബം ഇന്നലെ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ തന്നെയാണ് ജിഷ്ണുവിൻ്റെ അമ്മാവൻ തുറന്നു പറഞ്ഞത്. അയാളുമായി യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല, കണ്ടിട്ട് പോലുമില്ല. അയാൾ മറ്റൊരു കാര്യത്തിനാണ് അവിടെ വന്നത്. മാത്രമല്ല, ഈ പറഞ്ഞ മൊഴി, മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴി പരിശോധിച്ചാൽ പോലും അത് മനസ്സിലാകും. ഞങ്ങളുടെ ചെലവിൽ അത് വേണ്ട, മാത്രമല്ല അത് പോലീസിൻ്റെ ചാരനാണ് എന്നുവരെയാണ് ഇന്നലെ ആ കുടുംബം ആരോപിച്ചത്. പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ആളുകൾക്ക് പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നില്ലല്ലോ. അതിലൊരു രാഷ്ട്രീയ ലാഭം ലഭിക്കാത്തത് കൊണ്ടാണോ ആ പ്രശ്നത്തെ അങ്ങനെയാണെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ച് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർത്തിക്കാട്ടുന്നതിൽ നിന്ന് നിങ്ങളടക്കം പിന്നോട്ട് പോകുന്നത്? അതൊരു തെറ്റാണെങ്കിൽ അല്ല ശരത്ത്, രണ്ട് ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ മഹിജയുടെ സംഭവത്തോടൊപ്പം തന്നെ കേരളത്തിലുണ്ടായിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന എല്ലാ മാധ്യമ ചർച്ചകളിലും ഉയർന്നു വരുന്ന ഒരു കാര്യം, മഹിജയും കുടുംബവും മാർക്സിസ്റ്റുകാരാണല്ലോ, BJPക്കും കോൺഗ്രസിനും അതിലെന്താണുള്ളതെന്ന്. ഇത് അങ്ങേയറ്റം നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ഏത് പ്രശ്നത്തിലും രാഷ്ട്രീയം നോക്കാതെ ആളുകൾക്ക് ഇടപെടാൻ കഴിയും. ഒരു മാർക്സിസ്റ്റുകാരനെ സഹായിക്കാൻ മാർക്സിസ്റ്റുകാരൻ, BJPക്കാരന് ഒരു പ്രശ്നം വന്നാൽ BJPക്കാരൻ, കോൺഗ്രസ്സുകാരന് ഒരു പ്രശ്നം വന്നാൽ അങ്ങനെയാണോ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? അത് അവരുടെ ഒരു അജണ്ടയാണ്. രണ്ട്, ഷാജഹാനൊക്കെ എന്തോ വലിയ ഭീകരനെ പോലെയാണ്. അതിനൊരു അജണ്ട ഉണ്ടല്ലോ ഇവിടെ. ഷാജഹാൻ നിരന്തരമായിട്ട് പിണറായി വിജയൻ സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്ന വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കിട്ടിയ ഒരു ചാൻസ് വെച്ച് ഷാജഹാനെ പൂട്ടിയിരിക്കുകയാണ്. അതാണിപ്പോൾ നടന്നിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ അകത്തിട്ടിരിക്കുന്നവർ സത്യത്തിൽ മഹിജയും അശോകേട്ടനും അവരുടെ ബന്ധുക്കളും ഒക്കെ അവരുടെയൊക്കെ പേരിൽ ചാർത്താവുന്ന കുറ്റം തന്നെയേ മറ്റുള്ളവരുടെ പേരിലും ചാർത്താനുള്ളൂ. പക്ഷേ അവരെന്തോ ഭീകരന്മാരാണ്, മാവോയിസ്റ്റുകളാണ്, തീവ്ര IS-കാരാണ് എന്നുള്ള നിലയിൽ അവരെ പിടിച്ച് അകത്തിട്ട് അവരെ ജയിലിൽ അടച്ചിരിക്കും. മാർക്സിസ്റ്റുകാർ എന്ത് ജനാധിപത്യത്തെക്കുറിച്ചാണ്, എന്ത് പൗരാവകാശത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കുമെന്ന് പറയുന്നവരാണ് DGPയുടെ ഓഫീസിന് മുമ്പിൽ ജാഥ നടത്താൻ പാടില്ല. ഒരു ജാഥയും അവിടെ നടത്തില്ല. ഞങ്ങൾക്കിപ്പോൾ കുറ്റബോധമുണ്ട്. സത്യത്തിൽ ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയം തന്നെ കലർത്തി ഇടപെടണമായിരുന്നു. ഞങ്ങളത് ചെയ്തില്ല.
BJP-കാരൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയിരുന്നെങ്കിൽ, ഇപ്പം ഞങ്ങൾ ആരെങ്കിലും ആ സമരത്തിനുണ്ടായിരുന്നെങ്കിൽ ഒരു ചുക്കും നിങ്ങളെ സർക്കാരിന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവിടെ ഇതുപോലെ വലിച്ചിഴയ്ക്കാൻ കഴിയുമായിരുന്നില്ല. ഞങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശക്തമായിട്ട് ഞങ്ങൾ പ്രതിരോധിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴും ഞങ്ങൾ വിചാരിച്ചത് ഗവൺമെന്റിനെ തള്ളിപ്പറയാൻ തയ്യാറില്ലാത്ത ഒരു കൂട്ടർ നാദാപുരത്ത് വ്യക്തിപരമായിട്ടുള്ള ഭീഷണി ഇവർക്ക് നേരിടാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇവരെ ബന്ധുക്കളെ എല്ലാം വിളിച്ച് CPM-ന്റെ ക്രിമിനലുകൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ചന്ദ്രശേഖരന്റെ ഗതി വരും. ഞങ്ങൾ അതുകൊണ്ടാണ് പരസ്യമായിട്ട് അവരെ കൂടെ പോവാതിരുന്നത്. കാരണം ആ കുടുംബത്തെയും കൊല്ലാൻ ഇവർക്ക് മടിയില്ല, കൊന്ന ചരിത്രം ഇവർക്കുണ്ട്. അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മാറിയുന്നത്. തെറ്റായിപ്പോയി, ഞാൻ പരസ്യമായിട്ട് തന്നെ സമ്മതിക്കുന്നു. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. പരസ്യമായിട്ട് ഇവരെ കൂടെ പോയി ആയിരക്കണക്കിന് ആളുകളെയും കൂട്ടി DGP ഓഫീസിലേക്ക് പോവേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് ഇപ്പോൾ ഈ വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ തോന്നുന്നത്. കാരണം ഞങ്ങൾക്കത് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. ഞങ്ങൾ ചെയ്യാതിരുന്നത് ഈ വിഷയം CPM ഈ രൂപത്തിൽ കൈകാര്യം ചെയ്താൽ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന കുടുംബങ്ങൾ പോലും ഈ രൂപത്തിൽ പാർട്ടിയിൽ നിന്ന് അകന്നു പോകും. ഇപ്പോൾ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ അകത്താക്കുമ്പോൾ ആ സഹായം സ്വീകരിച്ചവരാണ് ഇവരെന്നു കൂടി വരുന്നുണ്ട്. സഹായിച്ചവർ തെറ്റുകാരാണ് എങ്കിൽ സഹായം സ്വീകരിച്ചവരും തെറ്റുകാരാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രീയ നിലപാട് ഇന്ന് CPM സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മഹിജയ്ക്കെതിരെയും ഈ ഇരിക്കുന്ന അശോകനെതിരെയും ശ്രീജിത്തിനെതിരെയും സമാനമായ കേസുകൾ ചാർജ് ചെയ്യണം, അവരെ കൂടി അറസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഈ പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്ന് ഈ കുടുംബങ്ങൾ അകന്നു പോകുന്നതിനെ ഉപകരിക്കൂ. പകരം നിങ്ങളൊക്കെ ചർച്ചകളിൽ വന്ന ആ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ എന്ന് ഉരുവിട്ടത് കൊണ്ട് മാത്രമായില്ലല്ലോ ഷംസീർ. പറഞ്ഞുകൊണ്ട് ചില ഔട്ട് ഓഫ് സിലബസിന് ഉത്തരം പറയേണ്ടി വരും. ഇവിടെ കണ്ണീരിന് വേണ്ടി കരയുന്ന ഈ സുരേന്ദ്രൻ എന്താണ് അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകാത്തതെന്ന് അറിയണം. അതുപോലെ പശുവിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുന്ന പാർട്ടിയാണ്. ഇപ്പോൾ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ UP മുഖ്യമന്ത്രി. അപ്പോൾ ഈ രാജ്യത്ത് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പം നിങ്ങൾ ഔട്ട് ഓഫ് സിലബസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഔട്ട് ഓഫ് സിലബസ് പറഞ്ഞു. ഇനി നിങ്ങൾ ഔട്ട് ഓഫ് സിലബസ് പറഞ്ഞാൽ ഇനിയും സിലബസ് പറയാൻ ഞാൻ തയ്യാറാണ്. കൊലപാതകത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ ആ കൊലപാതകത്തിൻ്റെ കണക്ക് അതേപോലെ പറയാനുള്ള പ്രാപ്തി എനിക്കുണ്ട്. സുരേന്ദ്രൻ മനസ്സിലാക്കണം. പിന്നെ BJP RSS നിങ്ങളിപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ടാളുകളും ഇവിടെ ചില കാര്യങ്ങൾക്ക് കൂടി ഉത്തരം എനിക്ക് പറയേണ്ടതുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ ജിഷ്ണു പ്രണോയ് ഉണ്ടാകുമായിരുന്നില്ല. ജിഷ്ണു പ്രണോയ് ഇല്ലാത്ത രീതിയിൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. തൃത്താലയിലെ റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഷഹീൻ എന്ന പയ്യൻ ഇതിന് സമാനമായി കൊല്ലപ്പെട്ടിരുന്നു, ആത്മഹത്യ ചെയ്തിരുന്നു. ഈ വിഷയം ബലറാം എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിൻ്റെ MLA പൂഴ്ത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇടപെടാൻ വേണ്ടി. അപ്പോൾ ഇത്തരം ഇരട്ടത്താപ്പുകൾ പല ഘട്ടങ്ങളിലും നിങ്ങൾ സ്വീകരിച്ചതുകൊണ്ടാണ് ഇതിനകത്തുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജിഷ്ണു പ്രണോയോടുകൂടി ഇനി ഒരു അമ്മയ്ക്കും ഇങ്ങനെ കരയാൻ പാടില്ല, ആ സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇതിനകത്ത് ഷാജഹാനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരെങ്കിലും പിടിച്ച് ജയിലിലിട്ടാലോ ആരെങ്കിലും കൊന്നാലോ ഏതെങ്കിലും വ്യക്തിയോ രാഷ്ട്രീയ പ്രസ്ഥാനമോ ഇല്ലാതാകുമെങ്കിൽ ഈ കേരളത്തിൽ ഏറ്റവും ആദ്യം ഇല്ലാണ്ടവർ ഞങ്ങളല്ലേ? ഞങ്ങളെ എത്ര ആളുകളെ കൊന്നു, ഞങ്ങളെ എത്ര ആളുകൾ ജയിലിലടച്ചു, ഞങ്ങൾ ഇല്ലാതായോ? ഉയരുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു വിശദീകരണം ഒന്നും അല്ലാതെ ഇപ്പോഴത്തെ വിഷയത്തിൽ എന്തുകൊണ്ട് ഷാജിർ ഖാൻ, എന്തുകൊണ്ട് ഷാജഹാൻ, അങ്ങനെയാണെങ്കിൽ ഈ സഹായം സ്വീകരിച്ചവർക്കും അത് തന്നെയാണ്, അവരോടും അതേ മനോഭാവമാണെന്ന് സമ്മതിക്കലാണ് ചെയ്തു വരുന്നത്. അത് ശരിയാവുന്നുമില്ല. ഷംസീർ പറയുന്നത് വെച്ചാണെങ്കിൽ എന്തുകൊണ്ട് അവർ അകത്ത് കിടക്കുന്നു? ന്യൂസ് 18 എന്ന ഒരു മിനിറ്റ് ഷാജഹാൻ, മിസ്റ്റർ ശരത്ത്, നിങ്ങളുടെ വേർഷൻ പറ. അവരെ പേരിൽ ആ കേസ് എടുക്കണോ? പറ. നിങ്ങൾ മഹിജയ്ക്കും അശോകട്ടിനും എതിരെ ഇതിന് സമാനമായ കേസ് എടുക്കണോ? നിങ്ങളുടെ അഭിപ്രായം പറ ചാനലിനകത്ത്. ഇതാണ് ന്യൂസ് 18 അഭിപ്രായം. ഇതാ, അവരെയും ഇതുപോലെ ഇടണം. എന്താണ് ഇതിനകത്ത്? പിറകിൽ നിന്ന് വന്ന് കുഴപ്പമുണ്ടാക്കിയവർ, പോലീസിന് ഇന്ററപ്റ്റ് ചെയ്തവർ, ഒരു അമ്മയുടെ കണ്ണുനീർ, ആ കണ്ണുനീരിന്റെ വികാരം മാനിക്കുന്നതുകൊണ്ട് അവർക്ക് പോലീസിന് അങ്ങനെയാണെങ്കിൽ അനുവാദം ഞങ്ങൾ നൽകിയിരുന്നു. ഈ വാദത്തെ നിരാകരിക്കുന്നവർ, പിറകിൽ നിന്ന് വന്ന് ബലപ്പെട്ട അഭിപ്രായങ്ങൾ താങ്കളുടെ പാർട്ടിയിൽ നിന്ന് വന്നല്ലോ. ഈ സർക്കാരിന്റെ ഭാഗമായ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അവർ പറഞ്ഞത് എന്താണ്? സാമാന്യ ബുദ്ധിയില്ലാതെയാണ് പോലീസ് പ്രവർത്തിച്ചത്. അംഗീകരിക്കുന്നുണ്ടോ ഷംസീർ? പ്രായോഗിക ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ചു, സെറ്റിൽ ചെയ്യാമായിരുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് മന്ത്രി പറയുമ്പോൾ ഷംസീർ യോജിക്കുന്നുണ്ടോ? അത് തന്നെയാണ് രാഷ്ട്രീയമായി MA ബേബി വിശദീകരിച്ചത്. യോജിക്കുന്നുണ്ടോ? പാർട്ടിക്കകത്ത് ആളുകൾക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ടാകും. ഇത് പരസ്യമായി പറഞ്ഞതാണ്. പക്ഷേ പാർട്ടി പൊതുവിൽ ചർച്ച ചെയ്തൊരു തീരുമാനം, അഭിപ്രായം പറഞ്ഞാൽ അതാണ് അഭിപ്രായം. അതേ പാർട്ടിക്കകത്ത് അഭിപ്രായം അവർക്ക് ചിലപ്പോൾ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായമാണ് പാർട്ടിയുടെ അഭിപ്രായം. പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായം പറഞ്ഞു,
ഞങ്ങളുടെ ഒരു രീതി അങ്ങനെ പുറത്ത് അങ്ങനെ പല രീതിയിൽ പറയുന്ന രീതിയില്ല. ഒരുപക്ഷെ നിങ്ങൾ കുത്തി ചോദിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഒരു പരാമർശം നടത്തിയത്. പാർട്ടിയുടെ ഒഫീഷ്യൽ വേർഷൻ വന്ന സ്ഥിതിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അങ്ങനെ നിങ്ങൾ എത്ര ചോദിച്ചാലും നിങ്ങൾക്ക് വേണ്ട ഉത്തരം എനിക്ക് നൽകാൻ സാധിക്കില്ല. ഞാൻ താങ്കളുടെ അഭിപ്രായത്തെ കുറിച്ചല്ലേ ചോദിച്ചത്. ഇവിടെ അങ്ങനെയാണെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ ആളുകൾ താങ്കളുടെ പാർട്ടിയിലുണ്ടല്ലോ, ഇടതു മുന്നണിയിലുണ്ടല്ലോ. അവരുടെ യുക്തി അതിനും കൂടി പരിഹാരം കണ്ട് ഈ ചർച്ചയുടെ ഭാഗമായി നമ്മുടെ ചോദ്യങ്ങളൊക്കെ വിടാം. ഞങ്ങളുടെ നിലപാട് ചോദിക്കും മുമ്പ് നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ ആളുകൾക്ക് ബോധ്യപ്പെടാത്ത തീരുമാനമാണോ പാർട്ടിയും സർക്കാരും എടുക്കുന്നത്? ഒരു മിനിറ്റ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ, ഈ ചർച്ചയ്ക്ക് ശേഷം മേഴ്സിക്കുട്ടിയമ്മയെ കാണാൻ നിങ്ങൾ ആളുകളെ വിടൂ. എന്താണ് പാർട്ടി ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു നോക്കൂ. അല്ലാതെ എന്നോട് ഇതിനകത്ത് ഇങ്ങനെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് കാര്യം എനിക്കതിന് പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ മിനിസ്റ്ററെ പോയി കാണൂ. നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറിയേറ്റ് ഇങ്ങനെ അഭിപ്രായം ഉണ്ട്, എന്താണ് ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായം നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ. അല്ലാതെ അതിനകത്ത് വേറെ അഭിപ്രായം പ്രതീക്ഷിക്കേണ്ട. എന്താണ് ഈ സാഹചര്യത്തിൽ ഈ നിലയിലാണ് CPM അതിനെ വിശദീകരിക്കുന്നത്? ശരത്ത് ഒരു കാര്യം പറയാം. പൂർത്തീകരിക്കും. യെസ് ഷംസീർ. ശരത്ത്, ഞാനൊരു കാര്യം പറയാം. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാൽ കേസ് ഉണ്ടാകും. ഞാൻ 93 ദിവസം പല കള്ളക്കേസിനകത്ത് തന്നെ ജയിലിലടച്ചതാ. പിന്നെ ഒരു കാര്യം, പലപ്പോഴും ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇവിടെ കാരായി രാജനെ കുറിച്ച് ആരും ചർച്ച ചെയ്തില്ലല്ലോ. 5.5 വർഷമായി നാട് കടത്തപ്പെട്ടിരിക്കുക. കാരണം നിങ്ങൾക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാർ വീതം അനുഭവിക്കുമ്പം അതൊരു കണ്ണുനീരല്ല, അതിൽ ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. ഞങ്ങൾ ഈ നാട്ടിൽ നികുതി പണം കൊടുത്തവരാണ്, ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ചവരാണ്, ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് നേരെ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർ നിങ്ങൾക്ക് അന്യരുമല്ല. നിങ്ങൾ എന്തിനാണ് അവരെ അകറ്റുന്നത്? അതെ, കമ്മ്യൂണിസ്റ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ ഉൾപ്പെടെ അത് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് ഈ സർക്കാരിനെ അടിക്കാനുള്ള ആയുധമാക്കേണ്ടത് കൊണ്ടാണ് അവരുടെ പുറകെ നിൽക്കുന്നത്. ബേബിക്ക് അങ്ങനെയാണോ? വി.എസ്. അച്യുതാനന്ദൻ അങ്ങനെയാണോ? കാനം രാജേന്ദ്രൻ അങ്ങനെയാണോ? മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ അഭിപ്രായം അങ്ങനെയാണോ? എന്താണ് ഷംസീർ പറയുന്നത്? ഞങ്ങൾ വന്ന വിവരങ്ങളുടെയും അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ CPM-ലെ ഒരു പ്രധാനപ്പെട്ട യുവ നേതാവിനോട് അഭിപ്രായം ചോദിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഒന്നുകിൽ എന്നെ പറയാൻ വിടൂ. ഞാൻ പറഞ്ഞല്ലോ, കൃഷ്ണദാസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ കൃഷ്ണദാസിനെ തൊടാൻ പോലും സാധിക്കില്ല. അദ്ദേഹത്തെ 4 ദിവസം ജയിലിലിട്ടപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇതാ കൃഷ്ണദാസിനെ തെറ്റായ രീതിയിൽ ജയിലിലിട്ടിരിക്കുന്നു. കോടതി പോലും ഞങ്ങളെ വിമർശിച്ചല്ലോ. അന്ന് നിങ്ങൾ ആരെങ്കിലും സംരക്ഷിച്ചോ സർക്കാരിനെ? ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിലെ മീഡിയ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചാൽ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഈ സ്വാശ്രയ മാഫിയകളെ നിലക്ക് നിർത്താൻ പറ്റും. ഉണ്ണിത്താൻ യോജിക്കുന്നുണ്ടോ? മാധ്യമ പിന്തുണ പൂർണ്ണമായി മാർജിച്ചാൽ ഈ സർക്കാർ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കും. ഷംസീറിന്റെ വാദത്തെക്കുറിച്ച് ഉണ്ണിത്താൻ. അല്ല, ഞാൻ ഈ ഷംസീറിൻ്റെ വാദങ്ങൾ കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആണ്, അതും തലശ്ശേരിയിൽ MLA ആണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും തലശ്ശേരിക്കാരനാണ്. അപ്പോൾ തലശ്ശേരിക്കാരനായ ഷംസീറിന് തലശ്ശേരിക്കാരനായ പാർട്ടി സെക്രട്ടറി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അദ്ദേഹം അറിയണം. പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്നെങ്കിൽ സെക്രട്ടറിയുമായി ചോദിച്ച് പാർട്ടിയുടെ നിലപാട് മനസ്സിലാക്കിയിട്ട് എന്തിനാ ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്നത്? ഇവിടെ DGPയുടെ ഓഫീസിന് മുമ്പിൽ പോയതിൻ്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ചാനൽ അടക്കം എല്ലാ ചാനലിലുമുണ്ട്. പുറവിൽ നിന്ന് വന്ന് ഷാജഹാൻ അല്ലെ ഈ പറയപ്പെടുന്ന SUCയുടെ ദമ്പതിമാർ എന്ത് കുഴപ്പം കാണിച്ചു ആ ദൃശ്യങ്ങളിൽ? കൈരളി ന്യൂസ് 18 മാറ്റാം, ഏഷ്യാനെറ്റ് മാറ്റാം, മനോരമ ചാനൽ മാറ്റാം, കൈരളി പീപ്പിളിൻ്റെ കയ്യിലും ദൃശ്യമുണ്ടല്ലോ. ആ ദൃശ്യമിട്ടിട്ട് ഈ കുടുംബം, ഈ 14 പേരടങ്ങുന്ന കുടുംബം, ആ കുടുംബത്തെ പോലീസ് വളഞ്ഞപ്പോൾ ആ പറയപ്പെടുന്ന ഈ 5 പേർ, ഷാജഹാൻ അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ, ഇവരെന്ത് കുഴപ്പമാണ് നുഴഞ്ഞു കയറി അവിടെ കാണിച്ചത്? ആ ദൃശ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഷംസീർ ചൂണ്ടിക്കാണിച്ചു തരട്ടെ. പിന്നെ ഫേസ്ബുക്കിൽ വരുന്ന കാര്യം, ഇപ്പോൾ ഫേസ്ബുക്കിൽ വരുന്ന ഒന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല ഷംസീറെ. അങ്ങനെയാണെങ്കിൽ ഷംസീറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇന്ന് കണ്ടു. അതിനകത്ത് പറയുന്നത് ചന്ദ്രശേഖരൻ്റെ വീടുമായിട്ടുള്ള ദൂരം അത്ര ദൂരം തന്നെ ഇല്ല ഈ നാദാപുരത്തെ ദൂരത്തേക്ക് എന്ന് പറഞ്ഞാൽ അതിലൊരു ഭീഷണിയുണ്ട്. ഞാൻ ഒരിക്കലും അത് ഷംസീർ ഇട്ടതാണെന്ന് വിശ്വസിക്കുന്നില്ല. കാര്യം സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്, അത് ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഷംസീറിൻ്റെ ആ പോസ്റ്റിംഗ് ഞാൻ വിശ്വസിക്കുന്നില്ല.
അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരു ചർച്ചയ്ക്ക് ഞാനൊന്ന് വരാം. അവിടെ ഷംസീർ കൈയുയർത്തി കാട്ടുന്നുണ്ട്. നേരത്തെ സുരേന്ദ്രനും അങ്ങനെ ഒരു സൂചന നൽകി. ഇവർ ഇങ്ങനെ വിയോജിച്ച് നിന്നാൽ ടി.പി. ചന്ദ്രശേഖരന്റെ അതേ ഗതിയിലാണ് ഈ കുടുംബവും നീങ്ങുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ കൂടുതൽ കുഴപ്പത്തിൽ ചാടിക്കാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നത് എന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ഞാനത് വിശ്വസിക്കുന്നില്ല. ഷംസീർ വീണ്ടും വളരെ ഗൗരവത്തോടുകൂടി അത്തരമൊരു ദുസൂചന ഷംസീർ നൽകി എന്ന നിലയിൽ ഉണ്ണിത്താൻ അത് ആവർത്തിക്കുന്നു. ഷംസീർ വിശദീകരിക്കാനുണ്ടെന്ന് കൈയുയർത്തി കാട്ടുകയും ചെയ്യുന്നു. എന്താണ് പറയാനുള്ളത്? എനിക്ക് ശരത്ത് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം ഞങ്ങൾ നേരിടുന്നൊരു പ്രശ്നം, ഞങ്ങൾ ചാനലിനകത്തുവെന്ന അഭിപ്രായം പറയും. സ്വാഭാവികമായും നമുക്കൊക്കെ ചെറുപ്പമാണ്. അപ്പോൾ ചെറുപ്പമാകുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറയും, ചിലപ്പോൾ ശക്തിയിൽ പറയും. ആ ശക്തിയിൽ പറയുമ്പം ഞങ്ങളെ സംഘടിതമായി നിന്ന് ആക്രമിക്കുകയാണ്. ഇപ്പം എനിക്ക് നേരെ നടക്കുന്ന ആക്രമണം എന്താ? ഞാനെന്തോ ചന്ദ്രശേഖരൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഇയാളുടെ വീട്, അതുകൊണ്ട് ഭയപ്പെടുത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ്. ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ്? എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം രാജ്മോഹൻ ഉണ്ണിത്താനോട്, നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട് കോഴിക്കോട്ട് എന്നുള്ള, അവർ തയ്യാറായിക്കോളം പറ കേസ് നേരിടാൻ. ഇത് ഏത് ഒരാളെയും ആക്രമിച്ച് ശരിപ്പെടുത്തി സോഷ്യൽ മീഡിയ പോകാമെന്ന് ധരിക്കണ്ട. അതിന് കൃത്യമായി ലേഡി പറയേണ്ടി വരും. ഒരു വനിതാ നേതാവാണ് അത് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, സൈബർ സെൽ അന്വേഷണം നടത്തും. അത്തരം ഒരു ഭീഷണി നടത്താൻ നിങ്ങളെന്റെ ശരത്തെ നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി കുറെ കൊല്ലായില്ലേ? എത്ര കാലമായി ഞാൻ നിങ്ങളോട് ചർച്ചയ്ക്ക് വരുന്നു. അത്തരം എൻ്റെ പേരിൽ കേസ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വിദ്യാർത്ഥി സമരത്തിൽ പ്രശ്നങ്ങളാണ്, അല്ലാതെ ഏതെങ്കിലും ഒരാൾ ആക്രമിച്ച കേസിലോ ഞാൻ ഇന്നവരെ പ്രതിയല്ല. ഞാൻ അങ്ങനെ അത്തരത്തിൽ സമരങ്ങളിൽ മാത്രമുള്ള കേസാണ്, അല്ലാതെ അത്തരത്തിൽ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതോ കൊല്ലുന്നതോ ആ ഒരു സംസ്കാരത്തിന്റെ ആളല്ല ഞാൻ. നിങ്ങൾ അങ്ങനെ ഇപ്പോൾ ഈ കേരളത്തിൽ എനിക്ക് പറയാനുണ്ട്, കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് CPMന്റെ വേർഷൻ പറയുന്ന ആളുകളെ ചുറ്റും തിരിഞ്ഞ് ആക്രമിക്കുക. അതിൽ ഒരു കാര്യം ശരത്തിനെ പോലത്തെ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്തുമാവാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ശരത്തിനെയല്ല. ശരത്ത് ഒരിക്കലും പേഴ്സണലായി എടുക്കണ്ട. നിങ്ങളുടെ മീഡിയ ഈ ആങ്കേഴ്സിന് ആരുടെ തലയിലും പാഞ്ഞു കയറാം. തിരിച്ച് അതേ രീതിയിൽ ഉത്തരം പറയുമ്പം അതിനെ വളച്ചൊടിച്ച് പല രീതിയിലും സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുക. മീഡിയ ഫോർത്ത് ഓഫ് ഡെമോക്രസിയാണ്. അതിനർത്ഥം ആരുടെയും പെരടിക്ക് കയറാനുള്ള അവകാശമല്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു നിലപാട് വെച്ച് ചർച്ചകളെ സമീപിക്കുന്ന ആളല്ല. ചോദ്യങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാം. അതിന് ഏത് നിലയിലുള്ള വികാര പ്രകടനവുമാകാം, അതിനൊരു തടസ്സവും ഞാൻ എതിരല്ല. വളരെ കൃത്യമായി ഷംസീർ എത്ര ആവേശത്തോടു കൂടി പറഞ്ഞാൽ അതും സ്വീകരിക്കും. ഷംസീർ വരാം. സുരേന്ദ്രനും ഈ ഘട്ടത്തിൽ എന്തോ ഒന്ന് പറയാനായി തയ്യാറെടുത്തല്ലോ. ഈ രൂപത്തിൽ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് സുരേന്ദ്രൻ ആയതുകൊണ്ടുകൂടി ഷംസീറിന്റെ ഭാഗം കൃത്യമാണ്. ഷംസീർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സുരേന്ദ്രൻ അല്ല, ഞാൻ ഷംസീറിന്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ച് ഒരു വാർത്തയും അറിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നത്തെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 2 ആഴ്ച മുമ്പ് CPMന്റെ പ്രാദേശിക നേതാക്കൾ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെടുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിന്റെ അടിസ്ഥാനത്തിലാണ്. ശരത്തെ പത്രവാർത്തകൾ ധാരാളം വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. ഷംസീറിന്റെ മഹിജയുടെ ഒരു ബന്ധു തന്നെ, അശോകന്റെ ഒരു ബന്ധു, ജിഷ്ണുവിന്റെ ഒരു ബന്ധു തന്നെ പരസ്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത്. ഞാൻ അതാണ് പറഞ്ഞത്. പിന്നെ എന്താണ് ഞങ്ങളൊക്കെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കൊന്നിട്ടുണ്ടല്ലോ ശരത്തെ. ഒരു ഒന്നാന്തര കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ലേ? RSSകാരൻ നിങ്ങളെ വിട്. ടി.പി. ചന്ദ്രശേഖരനെ പോലെ ലക്ഷണമൊത്ത മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിൽ ഉണ്ടായിരുന്നോ? കൊന്ന് തള്ളിയില്ലേ നിങ്ങൾ 52 വെട്ടുകൾ. എന്നിട്ട് ആ ഭാഗത്തേക്ക് പോകാൻ സമയക്കുറവുകൊണ്ട് മാത്രമാണ് സുരേന്ദ്രൻ പറഞ്ഞത് എടുത്തുകൊണ്ട് സുരേന്ദ്രന്റെ വാദം ഉൾക്കൊണ്ടുവരാം. ഷംസീറിൽ വരാം. ശ്രീ അശോകൻ, ഏതായാലും നിങ്ങളെ കുറിച്ചാണല്ലോ ഇവരെല്ലാം ആധി പിടിക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതും. CPMന് നിങ്ങൾ ഉന്നയിക്കുന്ന എതിർപ്പുകളും വിമർശനങ്ങളും പലതും അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രാദേശികമായി പോലും നിങ്ങൾക്ക് ചില ഭീഷണികൾ രൂപപ്പെട്ടു എന്നാണ് സുരേന്ദ്രനെ പോലെയുള്ളവർ പറഞ്ഞത്. അത്തരം വാർത്തകൾ വരുന്നു എന്നാണ് പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഭീഷണി ഭീഷണിയെക്കിട്ട് പേടിക്കുന്നൊരു കുടുംബമല്ല. ആ ഭീഷണി പറഞ്ഞ ആൾക്കാരെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. ആ ഭീഷണി അറിയാനെ പറ്റി ആ പേരെടുത്ത് ഞാനിപ്പോൾ വേദിയിൽ വെച്ച് പറയുന്നില്ല. ഭീഷണി ഉണ്ടായിട്ടുണ്ട് ഇതിന് ശേഷം എന്നാണോ? ഭീഷണി ഞങ്ങൾക്ക് നേരെ അവിടെ നിന്ന് ഇവിടുന്ന് പറയാം, ഡയറക്റ്റ് ആരും വന്ന് പറഞ്ഞിട്ടില്ല ഭീഷണി. അവിടുന്നും ഇവിടുന്നും എന്ന് പറഞ്ഞാൽ ഭീഷണി പറഞ്ഞെന്ന് പറഞ്ഞ ആളെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്തായിരുന്നു ആ പറഞ്ഞത്? എന്ത് തരം ഭീഷണിയാണ് അവരിൽ നിന്നുണ്ടായത്? പ്രതികരിക്കലാണ് അയാൾ പ്രതികരിച്ചത്. ഏതായാലും വെച്ചാല് ചന്ദ്രശേഖരന്റെ ഗതിയായിരിക്കും. പക്ഷെ ആ പറഞ്ഞ ആള് അശോകൻ പറഞ്ഞോളൂ. പറഞ്ഞ ആളെ പറ്റി ഞങ്ങൾ എത്ര ഇവിടുന്ന് വിശദമായിട്ട് പറയുന്നില്ല. അയാളെ പറ്റി ശരിക്കും അയാളെ കുടുംബത്തിന്റെ പാരമ്പര്യം ഞങ്ങൾക്കറിയാതെ ഞങ്ങളുടെ കൂടുതൽ ഞങ്ങളിപ്പോൾ അതിനെ കടക്കുന്നില്ല. അയാളെ നന്നായിട്ട് അറിയാം ആളാണ്. ഏതായാലും ആ ഭീഷണിയുടെ പേരിൽ നിങ്ങൾ CPMനെ സംശയിക്കുന്നുണ്ടോ?
CPM സംശയിക്കുന്നില്ല. ആ പറഞ്ഞ ആളെ നന്നായിട്ട് അറിയാം, അവൻ്റെ ഫാമിലിയെ പറ്റി നന്നായിട്ട് അറിയാം. അവർ CPM-കാരല്ല. CPM-കാരാണ്. ഏതായാലും അതിനെ ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനർത്ഥം ഇപ്പോഴത്തെ നിലപാടും സമരവും തീരുമാനവുമായി അശോകൻ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ വന്ന് കണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഒരു മന്ത്രി തന്നെ വന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടും അത് വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനോട് യോജിക്കാത്തത് എന്തുകൊണ്ടാണ് അശോകൻ? യോജിക്കാതെ ഞങ്ങളുടെ മകൻ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 91 ദിവസമായി. പല നേതാക്കളും ഇങ്ങനെ പറഞ്ഞ് വാഗ്ദാനം ചെയ്യാന്നല്ലാണ്ട് ഇതുവരെ 5 പ്രതികളുണ്ടായിട്ട് ഒരു പ്രതിയെ പോലും പോലീസിന് പിടിക്കുവാനായില്ല. ഇന്നേക്ക് 91 ദിവസമായി ഞങ്ങളുടെ മകൻ മരണപ്പെട്ടിട്ട്. അതാണ് അറിയാനുള്ളത് കാര്യമായിട്ട്. അതിൽ വളരെയേറെ വിഷമമുണ്ട്. ഷംസീർ, ഈ പ്രശ്നത്തിനും ഈ വേദനയ്ക്കുമാണ് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാതെ പോകുന്നത്. ഏത് തരം പ്രവർത്തനത്തിൻ്റെ മികവിൻ്റെ കണക്കുകൾ നമ്മൾ നിരത്തിയാലും അടിസ്ഥാനപരമായി അതുണ്ടാവുന്നില്ല. അത് നിൽക്കുമ്പോഴാണ് അത് ചോദിക്കാൻ വരുന്ന അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും നേരെ ഇത്തരമൊരു സമീപനം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെ രാഷ്ട്രീയമായി തന്നെ ഉൾക്കൊള്ളാനാവാത്ത വിധം പോലീസ് ശരിയാണ് എന്ന് ഏറ്റവും ഒടുവിൽ CPM തന്നെ പറയുന്ന സാഹചര്യത്തിലും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ എന്നാൽ മറുഭാഗത്ത് സമവായത്തിലൂടെ പോകാൻ സർക്കാർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പോലീസിന് തെറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ കുടുംബത്തിൻ്റെ പിന്നാലെ ഒരു സമവായവുമായി സർക്കാരും മന്ത്രിമാരും ഇങ്ങനെ പോകുന്നത്? എൻ്റെ ശരത്തെ, ഒരു വിഷയത്തിനകത്ത് ഇതൊരു മകൻ മരിച്ച അമ്മയുടെ സമരമാണ്. ആ സമരം തീർച്ചയായും തീർക്കേണ്ടത് ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഭാഗമായി ആ കുടുംബത്തെ കണ്ട് അവരുടെ വേദനകൾ അവരാദികൾ പങ്കുവെക്കും. അതിലെന്താണ് കുറ്റം? ഇവിടെ ഈ കേസിനകത്ത് പിടിക്കാൻ വേണ്ടി ഇപ്പോൾ ADGP നിതിൻ അഗർവാൾ ഹെഡ് ചെയ്യുന്ന, SP അക്ബർ ഹെഡ് ചെയ്യുന്ന ഒരു ടീമിനെ ഒരു സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല ADGP രാജേഷ് ദിവാൻ ഈ കേസ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ കേസ് വളരെ കൃത്യമായി ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ എവിടെയാണ് പിടിക്കാതിരിക്കുക? ഞാൻ ഒരു കാര്യം നിങ്ങളോട് വളരെ വിനയത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നത്, ആരാണ് ഇവിടെ സംരക്ഷകന്മാരൊന്നുകൂടി നിങ്ങൾ കേരളത്തെ അറിയിക്കണം. ആരാണ് ഈ പറയുന്ന സ്വാശ്രയ മാഫിയകൾക്ക് സംരക്ഷണം കൊടുക്കുന്നത്? ആ പൊളിറ്റിക്സ് കൂടി നിങ്ങളൊന്ന് പുറത്തുകൊണ്ട് വരണം. ഏതായാലും അമ്മയുടെ വേദനയ്ക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുന്ന വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ ആത്മവിശ്വാസം സർക്കാർ പ്രകടിപ്പിച്ചാൽ അത് സർക്കാരിനാവുമോ? വളരെ ചുരുക്കം വാക്കുകൾ, നമ്മുടെ സമയം അവസാനിക്കും. സുരേന്ദ്രനിലേക്ക് കൂടി പോകണം. ശരത്തെ, കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. ഇരട്ട ചങ്കുള്ള മുഖ്യമന്ത്രിയാണ്. ആരാണ് കൃഷ്ണദാസിനെ സഹായിക്കുന്നത്? അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കസേരയിരിക്കുന്നത്, അല്ല മറ്റു പണിക്കൊന്നുമല്ല. അപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അതിന് സംരക്ഷണം കൊടുക്കുന്നത്. അവരെ എല്ലാം രംഗത്ത് കൊണ്ടുവരണം. ഇവിടെ ശ്രീ ജിഷ്ണു പ്രണോയ് മെയ് മാസം 21, 2016 മെയ് മാസം 21 ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്, അത് ശരത്ത് കണ്ടോ? അത് പിണറായി വിജയൻ എന്ന പേര് കേൾക്കുമ്പോൾ ചിലർ അഭിമാനിക്കും, ഒരുപാട് ചർച്ച ചെയ്താണ്, വീണ്ടും വിഷയകാലം വരികയാണ്. അതൊക്കെ വിട്ടേക്കുക. ഞാൻ പറഞ്ഞത് ഒരു മാർക്സിസ്റ്റുകാരൻ എൻ്റെ പിന്നെ കുട്ടി മരിച്ചിട്ട് 91 ദിവസമായിട്ട് പ്രതികളെ പിടിച്ചില്ല. ഇപ്പൊ സ്പെഷ്യൽ കമ്മീഷൻ വെക്കുന്നു. ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ആ പ്രതികൾ ഇപ്പൊ രാജ്യം വിട്ടു പോകുമോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ടു പോകുമോ? പ്രതികൾക്ക് മുങ്ങാൻ എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്ത ഒരു ഗവൺമെന്റ് പാർട്ടി ഇപ്പൊ സുരേന്ദ്രൻ, സർക്കാർ നൽകുന്ന ഉറപ്പുകൾ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് പറയുന്നു. നിലവിൽ ആ കുടുംബം അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും പറയുന്നത് ഒരു സർക്കാരാണല്ലോ. ശരത്തെ, ഒരു നീതിയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം പിണറായി വിജയൻ ഒരു സ്റ്റാൻഡ് ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്. വടകര വരെ വന്നിട്ടും ജിഷ്ണുവിന്റെ വീട്ടിൽ പിണറായി വിജയൻ പോകാതിരുന്നപ്പോൾ തന്നെ നമുക്ക് ബോധ്യമായതാണ് പിണറായി വിജയനും ഗവൺമെന്റും കൃഷ്ണദാസിന്റെയും കോളേജിന്റെയും കൂടെയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ജിഷ്ണു പ്രണോയിയുടെ കുടുംബത്തിന് നീതി കൊടുക്കാൻ ഈ ഗവൺമെന്റ് അന്വേഷിച്ചാൽ ഒരു കാര്യം തെളിയാൻ പോകുന്നില്ല. CBI അന്വേഷിക്കല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഒരു CBI അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ മാത്രമേ അശോകനും മഹിജയ്ക്കും ഇനി ആ കുട്ടിയുടെ ആത്മാവിനും ശാന്തി ലഭിക്കും. ഷംസീർ, അതിന് സർക്കാർ തയ്യാറാണോ? മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തം, ദുരഭിമാനം എന്ന നിലയിലാണ് ഈ നിലയിൽ പ്രതിപക്ഷം ഇപ്പോഴത്തെ സർക്കാരിന്റെ സമീപനങ്ങളെ ആകെ കാണുന്നത്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം വേഗത്തിൽ.
ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി എ കെ ബാലൻ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കുടുംബത്തോട് അത്തരമൊരു ആവശ്യം ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ? പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്, എനിക്കൊരു കൃത്യമായിട്ട് ഇപ്പോൾ ചാനലകത്ത് ഉറപ്പുണ്ടോ, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ വേണ്ടതില്ല, അന്വേഷണം തൃപ്തികരമാണ് എന്നാണ് അവരെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇങ്ങനൊരു വിവാദം വന്ന പശ്ചാത്തലത്തിൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഇപ്പോൾ ഇവർക്ക് തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉണ്ട് ഉദയഭാനു, ഇവരെല്ലാം ആലോചിച്ച് അത്തരമൊരു തീരുമാനം എടുക്കുന്നതിൽ എനിക്ക് തീരുമാനമെടുത്താൽ അത് CBIക്ക് വിടണം എന്നുള്ള അഭിപ്രായമെങ്കിൽ അത് ആ നിലയിൽ തീരുമാനിക്കും. ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളത്. ശ്രീ അശോകൻ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. CBI അന്വേഷണം എന്നൊരാവശ്യത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ സ്വാഗതം ചെയ്യുമോ അല്ലെങ്കിൽ ആവശ്യപ്പെടുമോ? അശോകൻ. സ്വാഗതം ആവശ്യപ്പെടും. ഇന്ന് നമ്മൾ നിരാഹാരത്തിലാണുള്ളത്. നാളെ ഞങ്ങൾ മിക്കവാറും ഇവിടെ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ DGP ഓഫീസിലേക്ക് നിരാഹാര സത്യാഗ്രഹവുമായിട്ട് അവിടെ നിന്നുള്ള കാര്യങ്ങൾ, അടുത്ത കാര്യങ്ങൾ പിന്നെ സംസാരിക്കുന്നത്. റൈറ്റ്, അശോകൻ വ്യക്തമാണ്. ഏതായാലും ഇതുകൊണ്ട് പിന്നോട്ടില്ല, ഈ സമരവുമായി തന്നെ മുന്നോട്ട് പോകും. ആശുപത്രി വിട്ടാലും DGPയുടെ ഓഫീസിലേക്ക് തന്നെ പോകും എന്ന നിലപാടിൽ ആ കുടുംബം നിൽക്കുന്നു. സർക്കാർ മുൻപ് പറഞ്ഞ നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ട് തന്നെ പ്രതികൾ പിടിക്കപ്പെടും എന്ന് 90 ദിവസങ്ങൾക്ക് ശേഷവും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഷംസീർ, ശ്രീ സുരേന്ദ്രൻ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ അശോകൻ, ജിഷ്ണുവിൻ്റെ അച്ഛൻ, ശ്രീ അശോകൻ അടക്കം എല്ലാവർക്കും വളരെയധികം നന്ദി ഞങ്ങളുമായി സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.